Okay, good evening. Good evening. Good evening. Anyway, നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളോട് വരാൻ കാരണം എന്താണ്? വെറുതെ വന്നാണോ? അല്ല, എന്തിനാ ഉത്തരമാണ്. എന്താ വരാൻ കാരണം? വീട്ടിലിരുന്നും പണം സമ്പാദിക്കാൻ. നമുക്ക് ഇത് വലിയൊരു വിഷയമാണ്. കാരണം വെച്ചാൽ കാലങ്ങളായിട്ട് ചില ആൾക്കാരെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കഴിക്കുന്ന സാധനം എന്താണല്ലോ, പേപ്പറിൽ ഇങ്ങനെ കാണും വീട്ടിൽ പണം സമ്പാദിക്കാം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടാവും ഇന്നത്തെ പൈസ കിട്ടോ അല്ലെ, വേറെ എവിടെയും കേട്ടിട്ടുണ്ടാവും, പരിചയം ഉണ്ടാവും, ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അല്ലെ, തൊട്ടുകൊടുക്കാൻ പറ്റും, ഇങ്ങനെ അയാളെ തൊട്ടുകൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മളടുത്തേക്ക് സാധനം കിട്ടുന്നില്ല. അത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നമ്മൾ വരുന്നത് അല്ലെ. ഒരു കാരണം ഉണ്ടാവും എല്ലാവരും. ആ കാരണമാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് IT? എന്താണ് IT? ഇൻഫോർമേഷൻ ടെക്നോളജി. വളരെ സിമ്പിൾ ആണ്. നമുക്കിത് പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം നമ്മളെ കമ്പനിയെ പരിചയപ്പെടുത്താം. നിങ്ങൾ വീഡിയോ കണ്ട ആൾക്കാരുണ്ട്. ഫസ്റ്റ് നമ്മൾ വീഡിയോ പ്ലേ ചെയ്തു. ഫിറ്റാക്ട് IT ക്ലബ്, IT അക്കാഡമി എന്ന് പറഞ്ഞ ഒരു ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഫിറ്റാക്ട് ഉള്ളത്. അതിന്റെ കൂടെ തന്നെ ഫിറ്റാക്ടിന്റെ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്, ഫിറ്റാക്ട് IT ക്ലബ്ബ്. ഈ IT ക്ലബിന്റെ പിന്നെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇന്ന് കൂടിയിട്ടുള്ളത്. എന്താണ് IT ക്ലബിന്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് IT-യിലൂടെ എങ്ങനെ നമുക്ക് ഇടിച്ചു കയറാം, മുന്നോട്ട് പോവാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം IT എവിടെ നിൽക്കുന്നത്? IT എവിടെ ഉള്ളത്? ഒരു ഇന്റർനെറ്റ് കഫേ നടത്തുന്ന ഒരാള്, DTP നടത്തുന്ന ഒരാള് അല്ലെ, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ജോലി ചെയ്യുന്ന ഒരാള്, ഇങ്ങനെ ചെറിയ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിൽ IT എന്ന് പറയുമ്പോൾ. ആണോ? അവര് ജോലിക്ക് പോയി കഴിഞ്ഞാൽ IT എന്താ കിട്ടുക? 8,000, 10,000, 12,000, 15,000, മാക്സിമം 20,000 കിട്ടൂലേ. എന്നാൽ നമ്മൾ ചിന്തിക്കാണ് ഇതാണോ IT? ഇതല്ല IT. ഇതിന് അപ്പുറത്തേക്ക് വലിയ ഉയരത്തിലാണ് IT ഉള്ളത്. അവിടേക്ക് നമുക്ക് മാറാം. അപ്പൊ ഞാൻ പറഞ്ഞു ഫിറ്റാക്ട് IT ക്ലബിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ്. നേരത്തെ സാറ് ചോദിച്ചില്ല, ജവാബ് ചോദിച്ചപ്പോൾ എത്ര ആൾക്കാർ മെസ്സേജ് കണ്ടു വന്നിട്ടുണ്ട്? എത്ര ആൾക്കാർ വന്നിട്ടുണ്ട്? മെസ്സേജ് വന്നിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ്, അതുപോലെ തന്നെ SMS വന്ന ആൾക്കാരൊക്കെ കുറെ ആൾക്കാരുണ്ടല്ലേ, പേഴ്സണലായിട്ട് വന്ന ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ് പറഞ്ഞ് അറിഞ്ഞ് അങ്ങനെയൊക്കെ വന്ന ആൾക്കാരെ അറിയുണ്ടോ? 2 ആൾക്കാരുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് 2 ഭാഗമാണ്. അത് ഫിറ്റാക്ടിന്റെ അഫിലിയേഷന്റെ ഭാഗമായിട്ടാണ് ഈ മെസ്സേജ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. ഫിറ്റാക്ട് IT ക്ലബിന്റെ മെസ്സേജിംഗ് പ്രോഗ്രാം ഉണ്ട്. അത് അഫിലിയേഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിലൂടെ പൈസ ഉണ്ടാക്കാൻ വരുന്ന മാർഗങ്ങളുണ്ട്. അത് നിങ്ങൾ സംസാരിക്കാൻ ആവശ്യത്തിലേക്കൊക്കെ അതിന് തുടക്കിട്ടുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ വരാനൊരു കാരണം എന്താണ്? IT-യിൽ ഉള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അറിയാമെന്നാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ. അപ്പൊ അവിടേക്ക് നമ്മൾ കിടക്കായിട്ട് നമുക്ക് കമ്പനിയുടെ MD-യെ പരിചയപ്പെടാം. രണ്ടാമത് ഒരു വീഡിയോ ഇട്ടില്ലേ, വീഡിയോ മുസ്തഫ അബ്ദുൽ നാസർ എന്ന് പറഞ്ഞ സാറാണ് ഫിറ്റാക്ടിന്റെ MD. സാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 50-60 സോഫ്റ്റ്വെയറോളം പഠിച്ച് റിസർച്ച് ചെയ്ത് അതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ്. ആ ലെവലിലാണ് സാറ് നമുക്ക് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഏകദേശം 5000 സ്റ്റുഡൻസ് സാറിന്റെ കയ്യിൽ ഫിറ്റാക്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. IT ലെവലിൽ 5000 സ്റ്റുഡൻസ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി എന്നൊരു കൺസെപ്റ്റ് ഒക്കെ നമുക്കുണ്ട്, ഫിറ്റാക്ടിനുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ സെമിനാറുകൾ നടത്തുന്നത്. കാരണം വെച്ചാൽ ജനങ്ങളിലേക്ക് IT-യുടെ പ്രാധാന്യം എത്തിക്കാം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. IT-യെ തിരിച്ചറിയാന്നുള്ളതാണ്. അപ്പൊ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ആൾക്കാർ, IT-യിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൈകൊക്കെ, IT-യിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൈകൊക്കെ കൈ നോക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുകയാണ് ഇതിന് ശരി തെറ്റി എന്നൊരു സാധനമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ശരിയാവുമോ, ഈ തെറ്റിപ്പോ, ഇങ്ങനത്തെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കൈ നോക്കിക്കോളും. കാരണം വെച്ചാൽ ഇത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒരു കോൺവെർസേഷനായി മാറും. അല്ലെങ്കിൽ ഞാൻ വൺ വേ മാറും, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അയാളെന്തോ പറഞ്ഞാൽ എനിക്ക് പോയി എന്ന് പറയാം. അപ്പൊ അതിൽ നമുക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോവാം. IT-യിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? നിലവിൽ ഒരാളുണ്ട്. പിന്നെ ആരെങ്കിലും ഉണ്ടോ? എന്താ ജോലി ചെയ്യുന്നത്? അക്കൗണ്ടിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. വേറെ ആരും IT ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, IT പഠിച്ചെത്ര ആൾക്കാരുണ്ട്? കൈമുക്കിയേ. 1, 2, 3, 4. IT ഒരു ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പഠിച്ച ആൾക്കാരില്ലേ? ഒന്ന് നോക്കിയേ. ഒന്നുമില്ല. പഠിച്ചിട്ടില്ലേ? സോഫ്റ്റ്വെയർ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല? നോ പ്രോബ്ലം, സാധിക്കോളൂ. ഞാൻ എന്തിനാ ചോദിക്കുന്നത് വെച്ചാൽ IT-യിൽ ജോലി എടുക്കുന്ന ആൾക്കാരും IT പഠിച്ച ആൾക്കാരും തമ്മിലെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു നമ്മൾ കാണുന്ന IT കേരളത്തിൽ എങ്ങനെയാണ്. അപ്പൊ IT-യിൽ ജോലി എടുക്കുന്ന ആൾക്കാർ, IT-യിൽ പഠിച്ച ആൾക്കാർ നമ്മൾ ചോദിച്ചപ്പോൾ എത്ര ആൾക്കാരെ കൈപോക്കി? ഒരു സോഫ്റ്റ്വെയറിൽ മിനിമം പഠിച്ച ആൾക്കാർ ഒരുപാട് ആൾക്കാരെ കൈപോക്കിയില്ല. ഏകദേശം 50% മേലെ ഇവിടെ കൈപോക്കി. ഞാൻ IT-യിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസും ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ എത്ര ആൾക്കാർ IT-യിൽ ജോലി ചെയ്യുന്നുണ്ട്?
ഒരാളാണ് കൈകൊട്ടിരിക്കുകയാണുണ്ടോ എനിക്ക് അറിയില്ല, നിങ്ങളുടെ മനസ്സിൽ അല്ലെ പുറത്തേക്ക് വായിക്കണം എനിക്ക് അറിയില്ല. ഓക്കെ, ഒരാളാണ് കൈകൊട്ടുക. ഞാൻ പറയാൻ കാരണം വെച്ചാൽ IT എന്നുള്ള സാധനത്തിന്റെ കുറവുകൊണ്ടാണോ ഒരാൾ മാത്രം IT വർക്ക് ചെയ്യുന്നത്? ആണോ? ആണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഒരാൾ മാത്രം ഇത്രയും ആൾക്കാർ കൂടിയിരുന്നില്ലേ? വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇത്രയും ആൾക്കാരിൽ ഒരാൾ മാത്രമേ വർക്ക് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടായിരിക്കാം അവിടെ ഒരാൾ മാത്രമായി ബാക്കിയായിരുന്നു? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ നിലവിലുള്ള ഏറ്റവും വലിയ ടെക്നോളജി ഏതാണ്? IT തന്നെയല്ലേ ഏറ്റവും പുതിയ ടെക്നോളജി. നമ്മളൊക്കെ വലിയ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള സ്റ്റേറ്റിനെ പോലെയല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. കേരളത്തിലെ ആൾക്കാർ ഇപ്പൊ നിങ്ങൾ ഡൽഹി പോയിട്ട് കേരളം എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കും, ഇവർ ഇംഗ്ലീഷാണ് സംസാരിക്കുക, നമ്മൾ മലയാളം സംസാരിക്കുള്ളൂ. പക്ഷെ അവർ സമയത്ത് അവരൊക്കെ ചിന്തിക്കുന്നത് ഇവർ ഇംഗ്ലീഷ് സംസാരിക്കും. കാരണം എഡ്യൂക്കേഷൻ അല്ലെ, സാക്ഷരതയിലൊക്കെ ഭയങ്കര മുന്നേറ്റം നടക്കുന്ന എല്ലാവർക്കും വരാം. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം IT പഠിച്ചു, എന്നിട്ട് പോലും നമുക്ക് IT നിലനിൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്തുകൊണ്ടായിരിക്കാം? അതിന്റെ ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. ക്വാളിറ്റിയുടെ ITയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നമാണോ? ഇത് രണ്ട് പ്രശ്നമുണ്ട്. ഒന്നുകിൽ ITയുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ സാധ്യതകൾ അറിയാത്ത പ്രശ്നം. യെസ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. ആ സാധ്യതകളാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ മുന്നേ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, എന്താ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ IT എന്ന് പറയുമ്പോൾ ചെറിയൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. എന്താ നിങ്ങൾ IT എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരാം. ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ ആരാ നിങ്ങൾ പറയാം? ബിൽഗേറ്റ്സിന്റെ പ്രത്യേകത എന്താ? ബിൽഗേറ്റ്സ് എന്താ പണി? IT-ലാണോ? അല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുണ്ടാവുന്ന ഒരു ഇതിലാണ്, IT-ലാണ്. ഏറ്റവും പെട്ടെന്ന് കോടീശ്വരനാകുമ്പോൾ എത്ര പണി എന്താണ്? ഇതൊക്കെ എല്ലാവർക്കും പറയും, കുറെ ആൾക്കാർക്ക് പറഞ്ഞില്ലേ, ഇതൊക്കെ അറിയുന്നത് നമ്മളിൽ ഒരാൾ മാത്രമേ IT-ലുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും? IT-നെ പറ്റി, IT-യുടെ സാധ്യതകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല അല്ലെ? ആള് പറഞ്ഞല്ലേ IT-യുടെ സാധ്യത തിരിച്ചല്ല. ഈ IT-യുടെ സാധ്യതകളാണ് നമ്മൾ സംസാരിക്കുന്നത്. IT-യുടെ ഒരുപാട് തലത്തിലേക്കൊന്നും പോകുന്നില്ല. IT-യുടെ ഏറ്റവും ചെറിയ ഭാഗം എന്തിനേറെ പറയും, നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നിങ്ങളെല്ലാവരും നിലവിൽ IT-യാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാവിലെ നമ്മൾ സുബഹിക്ക് എണീക്കൂലേ, അതിരാവിലെ എണീറ്റിട്ട് ആദ്യം നമ്മൾ തപ്പുന്ന സാധനം എന്താണ്? മൊബൈലാണ് നമ്മൾ തപ്പുന്നില്ല. ഇനി രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ കയ്യിലെ സാധനം ഉണ്ടാവാം, അത് മൊബൈൽ. ഇനി രാത്രി നമ്മൾ 2 മണിക്ക് ഞെട്ടി എണീറ്റു, അപ്പോൾ നമ്മൾ തപ്പുന്ന സാധനം എന്താണ്? ഇതിനിടയ്ക്ക് ഈ സാധനം ഇല്ലാത്തൊരു പരിപാടി ഉണ്ടോ നമുക്ക്? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം 2 മണിക്കൂറിൽ കുറവ് മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കൈവക്കി 3 മണിക്കൂറിൽ കുറവ് മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കൈവക്കിയത് 4 മണിക്കൂർ ഒരാൾ. ഞാൻ അങ്ങോട്ട് ചോദിക്കണം? ഓക്കെ, 5, 6, 7 മണിക്കൂർ. ഞാൻ പട്ടാമ്പി ഒരു പരിപാടി നടക്കുകയാണ്, അത് ഞാൻ ചുമ്മാ ചോദിച്ചു. കുറെ കോളേജിലാണ്, അപ്പൊ ഞാൻ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്, സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ചോദിച്ചു, മൊബൈലിൽ നിങ്ങൾ എത്ര സമയം ഉപയോഗിക്കും? ആരും കിട്ടുന്നില്ല. പിന്നെയും ചോദിച്ചു. അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു, നിങ്ങൾ ഒരാളാണെങ്കിൽ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഞാൻ ചോദിച്ചല്ലോ, ചോദിച്ചു പോയി. എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അവസാനം ഒരാളെനിക്ക് മൊബൈലിൽ അതിനകത്തൊന്നുമില്ല. ഞാൻ കുറച്ച് സമയം, എത്ര സമയം എന്റെ മൊബൈലിൽ ചാർജ് ചെയ്യുന്നവരെ ഉപയോഗിക്കും. സമയമാണല്ലോ. ഏതാ മൊബൈൽ? ഏറ്റവും പുതിയ സാംസങ്ങിന്റെ മൊബൈലാണ് ഉപയോഗിക്കുന്നത്. എത്ര സമയം ചാർജ് പോയി? ഏറ്റവും കൂടുതൽ ഒരു ദിവസം നിൽക്കൂലേ? അപ്പൊ ഒരു ദിവസം മുഴുവനായിട്ട് ഉപയോഗിക്കുന്ന ആളാണെന്ന് അർത്ഥം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ പറയാൻ കാരണം, ഈ 3-4 മണിക്കൂർ ഉപയോഗിക്കുന്ന ആൾക്കാരില്ല, 5 മണിക്കൂറിൽ കൂടുതലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന പല ആൾക്കാർ അല്ലെ? എന്നാൽ നമ്മൾ ഈ 5 മണിക്കൂർ ഉപയോഗിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടായി? ഇല്ല. 5 പൈസ വരുമാനമില്ല. നമുക്ക് എത്ര പുലിക്കാരിൽ നിന്ന് 1 രൂപ പോലും വീഴാറില്ല. ഉണ്ടോ അല്ലേ? ഇല്ല. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. 2 മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരെ പരിചയമുള്ളവരുടെ കൈകൊക്കെ 2 മൊബൈൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ. എനിക്ക് 2 മൊബൈൽ ഉണ്ട് എന്നല്ല ചോദിക്കുന്നത്. സ്ഥിരമായിട്ട് 2 മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഉണ്ട്. കൈകൊക്കെ ഒരാളുണ്ട് അല്ലെ? 2 മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ ഇപ്പൊ സാധാരണ എല്ലാവർക്കും മൊബൈൽ ഉണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും മൊബൈൽ എന്താണ് ഏറ്റവും നല്ല ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കും. നമ്മൾ ആ ഫോൺ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാം, അതിലുള്ള
കോൺഫിഗറേഷൻ നോക്കുമില്ലേ, ക്യാമറ നോക്കും, പിന്നെ റാം നോക്കും, അങ്ങനെ നമുക്ക് അറിയുന്ന എല്ലാ സാധനവും നമ്മൾ നോക്കിയിട്ട് ഏറ്റവും നല്ല മൊബൈൽ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ആണോ അല്ലേ? കറക്റ്റ് അല്ലേ? അത് സിംഗിൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർ. എന്നാൽ 2 മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരെ പ്രത്യേകത എന്താ? അവർ ഏത് ഫോണാണ് എക്സ്ട്രാ ഉപയോഗിക്കുന്നത്? സാധാ ഫോൺ. എന്തിനായിരിക്കും ആ ഫോൺ ആയിരിക്കും? കോളിംഗ്. മറ്റേ ഫോണിൽ കോള് പോലേ ഇതിനായിരിക്കാം ബാറ്ററി എന്തിനാ ഫോൺ നിൽക്കുന്നേ. ഞാൻ പറഞ്ഞത് സിമ്പിൾ ആയിട്ട് പറയാം, 2 ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി, അവര് ബിസിനസ്സുകാരായിരിക്കും. ആണോ അല്ലേ? അവര് ബിസിനസ് ആവശ്യത്തിനുള്ള കാര്യങ്ങളായിരുന്നു. ആ ചെറിയ വലിയ മൊബൈൽ പോയി കഴിഞ്ഞാൽ അവർ പറയോ കോട്ടയം പ്രശ്നമില്ല. ഞാൻ ചെറിയ മൊബൈലെക്കാരും പോയി കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാവുക. കാരണം എന്താ? ചെറിയ മൊബൈലാണ് അവര് മൊത്തം ബിസിനസ്സും പൈസയും കിടക്കുന്നത്. ആണോ? ശ്രദ്ധിക്കില്ലേ? ഇനി നിങ്ങൾ നോക്കിയാൽ മതി, ശ്രദ്ധിക്കാത്ത ആൾക്കാർ നീ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ ഈ വലിയ മൊബൈൽ 20,000, 25,000, 30,000 കൊടുത്ത് വാങ്ങിക്കുന്ന മൊബൈൽ പോലും ഒന്നിനും നമുക്ക് വരുമാനം ഇല്ല എന്നുള്ള. എന്നാൽ നമ്മൾ 5 മണിക്കൂർ ഏറ്റവും കുറവ് നമ്മൾ അതിന് പണിയെടുക്കുന്നുണ്ട് അല്ലെ? 5 മണിക്കൂർ നമ്മുടെ നാട്ടിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുക? ഒന്നും കിട്ടില്ലേ? 5 മണിക്കൂർ ഒന്നും കിട്ടില്ലേ? ഏറ്റവും കൂടുതൽ 500 കിട്ടില്ലേ? 500 കിട്ടും, 600, 700 കിട്ടും. സാധാരണ ആൾ കൂലിപ്പണിക്കാണെങ്കിൽ 5-6 മണിക്കൂറൊക്കെ എടുത്തുകൊള്ളൂല്ലേ? എന്നാലും അയാൾക്ക് 800, 1000 വരെ വാങ്ങിക്കുന്ന ആൾക്കാർ സാധാരണക്കാരിൽ ഏറ്റവും കുറഞ്ഞാണ് പറയുന്നത്. എന്നാൽ നമ്മൾ തമ്മിൽ 5 മണിക്കൂർ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ 5 പൈസ വരുമാനം ഇല്ല എന്ന് പറയുമ്പോൾ വലിയൊരു മോശം തന്നെയല്ലേ? അല്ലേ? ഇനി ഇത് വരുമാനം കിട്ടുമില്ലേ? അതും പറ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമോ? എങ്ങനെ പറ്റും? യൂട്യൂബിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ടല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ IT പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അറിയുന്ന ആൾക്കാർ കൈകൊണ്ട് അറിയും. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കുന്ന അറിയുന്നല്ല, പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് അറിയുന്ന ആൾക്കാർ കൈകൊണ്ട് ഇപ്പൊ ക്ലിയർ ആയി. ഏകദേശം ഞാൻ 3-4 ക്വസ്റ്റ്യൻ ചോദിച്ചു എല്ലാ ഭാഗങ്ങളും ടച്ചായില്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്തിനാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളായിരിക്കാം, വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വെറുതെ കണ്ണടച്ചിങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മൊബൈല്, കമ്പ്യൂട്ടർ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പം ഐഫോൺ അല്ലെങ്കിൽ പിന്നെ ആപ്പിളിന്റെ കമ്പ്യൂട്ടർ വാങ്ങിച്ചുകൊണ്ടിരിച്ചാൽ നമ്മളെ പണി എന്താണ്? വീട്ടിൽ വെച്ചിട്ട് എന്തിനാണ് നമ്മൾ ആപ്പിളിന്റെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്? ഗെയിം കളിക്കാൻ ഉപയോഗിക്കും, പിന്നെ ഫിലിം കാണും, ഫീഡ് ഇട്ടില്ലേ, പിന്നെ യൂട്യൂബ് തുറന്നോക്കും, ഫേസ്ബുക്ക് തുറന്നോക്കും. ഈ 4 ഉപയോഗമാണ് നമുക്ക് ഈ സാധനങ്ങളുള്ളത്. ആണല്ലേ? എന്നാൽ ഞാൻ പറയാം, അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് അതിന് എക്സ്ട്രാ പൈസ വെക്കാം. ഞാൻ നേരത്തെ ചോദിച്ചു, കുലുക്കിയ പൈസ വീഴുമോ? ഇല്ല എന്നുള്ള അഭിപ്രായം. വീഴും, നമുക്ക് നോക്കാം. അത് പണം കായ്ക്കുന്ന വലിയ മരങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് എന്തിന്റെ മരം തിരിച്ചറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിങ്ങനെ വെറുതെ കൊണ്ടു കിടക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിൽ കിടക്കാൻ. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IT റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് അല്ലെ? IT എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു വാക്കാണ് എന്ത്? ഓക്കെ, IT എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഈ ഗൂഗിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗൂഗിൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആണോ അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല, ബെസ്റ്റ് ഫ്രണ്ടിൽ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. കാരണം എന്താ? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുന്ന കാര്യങ്ങളോട് നമ്മൾ ഗൂഗിളിനോട് പറയും. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ആരോട് ചോദിക്കുക? ഗൂഗിൾ വിളിക്കുക. ആരാ ബെസ്റ്റ് ഫ്രണ്ടിനെക്കാട്ടി ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഗൂഗിൾ അല്ലേ? എന്നാ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഗൂഗിളിന്റെ ആൾക്കാരാണോ? ആണോ അല്ലേ? ആണ്. ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. ഗൂഗിളിന്റെ ആൾക്കാരുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണ്. ഒരു മടിയില്ല. രാത്രി 2 മണിക്ക് നമ്മൾ ഞെട്ടി എണീറ്റിട്ട് നമ്മൾ ചോദിക്കുകയാണ് എന്തെങ്കിലും ചോദ്യം, ഉത്തരം പറഞ്ഞില്ലേ? ഒരു മടിയില്ല. അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതേ ഗൂഗിള് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ടല്ലേ? എന്തൊക്കെയാണ് നമ്മൾ ഗൂഗിളിന്റെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്? യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, ശരിയല്ലേ? തലയാട്ടിയാൽ മതി, നിങ്ങൾ പറയണമെന്നില്ല. യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്നുണ്ട്, ജിമെയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലേ? ഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട്, ഉണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗൂഗിളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ സാധനത്തിന് 5 പൈസ ഫീസ് കൊടുക്കാറുണ്ടോ? ഇല്ല. 1 രൂപ പോലും നമ്മൾ ഫീ കൊടുക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? എന്നാൽ നമുക്ക് പരിചയപ്പെടാം ഗൂഗിളിന്റെ CEO ആയിട്ടില്ല. ആരാണ് ഗൂഗിളിന്റെ CEO? ഗൂഗിളിന്റെ CEO ആണ്. ഗൂഗിളിന്റെ CEO ആണ് സുന്ദർ പിച്ചൈ. തമിഴ്നാട്ടുകാരനായിട്ടുള്ള സുന്ദർ പിച്ചൈ എന്ന ആളുണ്ടല്ലേ? സുന്ദർ പിച്ചൈക്ക് കഴിഞ്ഞ 2015 ഗൂഗിൾ കൊടുത്ത പൈസ എത്രയാണോ? $100 മില്യൺ. ഇന്ത്യൻ മണി എന്ന് പറഞ്ഞാൽ ഏകദേശം 650 കോടി രൂപ. എത്ര? 650 കോടി രൂപ.
എന്നാൽ കഴിഞ്ഞ 2016 ഗൂഗിള് സിഇഒക്ക് കൊടുത്ത സുന്ദർ പിച്ചയ്ക്ക് കൊടുത്ത പൈസ എത്രയോ കഴിഞ്ഞ 2 ആഴ്ച മുന്നത്തെ പേപ്പറിൽ എല്ലാ പേപ്പറിലും വന്നിട്ടുണ്ട്. വായിച്ച ആൾക്കാർ ഉണ്ടാവും അല്ലേ? വായിച്ചിട്ടില്ലേ നിങ്ങള്? വായിച്ചിട്ടുണ്ടാവും ഉണ്ട്. എത്ര കൊടുത്തറിയോ? 1285 കോടി രൂപയാണ് സുന്ദർ പിച്ചை എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം ഗൂഗിൾ കൊടുത്തത്. എന്നാൽ ഗൂഗിളിന് ഒരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. ഇവർക്കൊക്കെ എന്ത് ചെയ്യണം? ഗൂഗിൾ സാലറി കൊടുക്കണം അല്ലെ? എന്നാൽ വേറെ ഒരു സൈഡിൽ 5 പൈസ നമ്മൾ വരുമാനം അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ? ഫീ അടക്കുന്നുണ്ടോ? ഫൈൻ കിട്ടുന്നുണ്ടോ? ഒരു പരിപാടി ചെയ്യുന്നില്ല. ഇതിനൊക്കെ എന്തോ ഒരു വ്യത്യാസമില്ലേ? എന്തോ ഒരു കുറവില്ലേ? ഗൂഗിളിൽ നമുക്കെല്ലാം ഫ്രീ ആയിട്ട് ചെയ്ത് മറ്റേ സൈഡിൽ ഗൂഗിൾ നല്ല പൈസ അവരെ ആൾക്കാർക്ക് വാരിക്കൊടി കൊടുക്കുന്നുണ്ട്. എവിടെ നിന്നായിരിക്കും ഗൂഗിൾ ഇത്രമാത്രം വരുമാനം വരുന്നത്? ഗൂഗിള് നമ്മൾ ഇത്രയും കാലം ശ്രദ്ധിച്ചതാണ്, ഗൂഗിൾ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാണ്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ തിരിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പരസ്യ കമ്പനിയാണ് ആര്? ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പരസ്യ കമ്പനി. ഈ ഗൂഗിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ 30% മാത്രമേ അവർ പേഴ്സണലായിട്ട് ഉപയോഗിക്കൂ. ബാക്കി വരുന്ന 70% ലാഭവും അവരും മാറ്റി വെച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാ മാറ്റി വെച്ചാലോ? ഗൂഗിളിന്റെ ആൾക്കാർക്ക് വേണ്ടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ഗൂഗിളിന്റെ ആൾക്കാരാണോ? യെസ്, അതെ അല്ലേ? അങ്ങനെയല്ലേ? കാരണം നമ്മൾ ഗൂഗിളിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ? അതുകൊണ്ട് ഗൂഗിളിന്റെ ആൾക്കാർക്കൊക്കെ ഗൂഗിൾ പൈസ കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര ആൾക്കാർക്ക് ഗൂഗിളിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടെന്ന് കൈമുട്ടി? അപ്പൊ എന്താ സംഭവിച്ചത്? വൺ വേ ലവ് പറയും. ഗൂഗിളിന് നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഭയങ്കര ലവ് ആണ്. പക്ഷെ ഇങ്ങോട്ട് ഗൂഗിളിന് മനസ്സിലായിട്ടില്ല നമ്മൾ ആരാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മള് അതുകൊണ്ടാണ് നമ്മൾ ഗൂഗിളിന്റെ ആൾക്കാരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഗൂഗിളിന് മനസ്സിലായിട്ടില്ല നമ്മൾ ഗൂഗിളിന്റെ ആളാണ്. ഗൂഗിളിന്റെ ആൾക്കാർക്കൊക്കെ ഗൂഗിൾ പൈസ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ നല്ല പൈസയാണ് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. എന്തിനേറെ കൊണ്ടോട്ടി എനിക്കറിയാലോ അല്ലെ? കൊണ്ടോട്ടി HDFC ബാങ്കില് ഗൂഗിളിന് മാസാമാസം വരുന്ന പൈസ എത്ര അറിയാം? ഏറ്റവും കുറഞ്ഞത് 65 ലക്ഷം രൂപയാണ്. കൊണ്ടോട്ടി HDFC ബാങ്ക്. കൊണ്ടോട്ടിലാണ് നിങ്ങൾക്ക് പോയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ? വലിയ കോഴിക്കോട് വല്ല സിറ്റിയാണോ? എറണാകുളം, തിരുവനന്തപുരം ഒന്നുമല്ല, ചെറിയൊരു അങ്ങാടി. പക്ഷെ എളുപ്പമൊക്കെ ബിൽഡിംഗ് കുറെ പോയിട്ടുണ്ട്. ഏറ്റവും സാധാരണ ആൾക്കാരുണ്ട്. അവിടെ 65 ലക്ഷം രൂപയാണ് ഗൂഗിളിൽ നിന്ന് കൊടുത്തേക്കുന്നത്. ഗൂഗിളിന്റെ ആൾക്കാർക്ക് എത്ര ആൾക്കാരായി കൊടുത്തേക്കുന്നത്? നാട്ടുകാർക്ക് മൊത്തമില്ല, വെറും 6 അക്കൗണ്ടിലേക്കാണ് വരുന്നത്. ഇനി അതിൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് മാത്രം 40 ലക്ഷം രൂപയാണ് എവിടെ നിന്ന് വരുന്നത്? ഗൂഗിളിൽ നിന്ന്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഗൂഗിളിന്റെ ആൾക്കാർക്ക് ഗൂഗിൾ പൈസ കൊടുക്കണ്ടോ? ഉണ്ടില്ല. ഇനി ഗൂഗിളിന്റെ ആൾക്കാരാവാൻ നമ്മൾ എന്താ ചെയ്യാം? അത് ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഗൂഗിളിന്റെ ആൾക്കാരായി കഴിഞ്ഞാൽ കിട്ടും. നമ്മൾ ഗൂഗിളിനായിട്ട് അഗ്രിമെന്റ് ആയി കഴിഞ്ഞാൽ ഗൂഗിളിനായിട്ട് നമ്മൾ അഗ്രിമെന്റ് ആവുമ്പോൾ ഗൂഗിളിന്റെ ആൾക്കാരായിട്ട് ഗൂഗിൾ കാണും. നമുക്കും ഗൂഗിളിന്റെ പൈസ കിട്ടും. കാരണം ഗൂഗിൾ നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പൈസ കിട്ടേണ്ടത് നമ്മുടെ അവകാശമാണ്. ആണോ അല്ലേ? 5 മണിക്കൂർ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഗൂഗിളിൽ പോയി വലതിലേക്ക് പോവുക. ആണോ അല്ലേ? ആണോ? അപ്പൊ നമുക്ക് പൈസ അവകാശമുണ്ട്. പക്ഷെ ഗൂഗിളിന് അറിയില്ല നമ്മൾ ആരാന്നുള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ അതിന്റെ അടുത്തേക്ക് കിട്ടുക. അതിന്റെ മുന്നേ ഈ വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഫിറ്റാക് IT ക്ലബ്ബാണ് നമ്മുടെ ഈ പ്രോജക്ട് സംഘടിപ്പിച്ചത്. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾ പങ്കെടുക്കുന്നതിന് പൈസ കൊടുക്കേണ്ട. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ മുഴുവനായിട്ട് ഡീപ്പായിട്ട് ഫുൾ അസിസ്റ്റന്റോടെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഫിറ്റാക് നിങ്ങൾക്ക് അസിസ്റ്റന്റ് തരും. താല്പര്യമുള്ള ആൾക്കാർക്ക് ചെറിയൊരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്യണം. ഈ വിഷയങ്ങൾ മുഴുവൻ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം തരുന്നത് കേട്ടോ. അതിന് ചെറിയൊരു എമൗണ്ട് ഉള്ളൂ, 3000 rupees. ഇത് ഇന്ത്യൻ പാർട്ടി ചെയ്യണോ? ഇയാൾ പൈസ ഇങ്ങനെ എടുക്കാൻ വേണ്ടി വന്നതാണോ? അല്ല, നിങ്ങൾക്ക് ഈ വിഷയം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. ഇനി താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ വിഷയം നമ്മൾ പറയാൻ പോകുന്ന വിഷയത്തിലേക്കുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോമസ് ആൽവ എഡിസൺ ആരാണ്? ബൾബ് കണ്ടുപിടിച്ചത്. അയാൾ ബൾബ് കണ്ടുപിടിക്കുന്ന സമയത്ത് ബൾബ് എന്ന സാധനം ലോകത്തില്ലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശൂന്യതയാണ് ഇയാൾ ക്രിയേറ്റ് ചെയ്തത്. ആണോ? അത്ഭുതങ്ങളാണ്. 10,000 എത്ര പ്രാവശ്യം പരാജയപ്പെട്ടുള്ളത്? 1000-10,000 പ്രാവശ്യങ്ങളൊക്കെ ഇയാൾ തോറ്റുപോയി എന്നാ പറയുന്നത്. എന്ത്? ബൾബ് കണ്ടുപിടിക്കാൻ. അതേപോലെയാണ് നമ്മൾ ഈ ഐഡിയിലേക്ക് കയറുമ്പോൾ പല വിഷയങ്ങളും നമുക്ക് പറയാൻ ആൾക്കാരുണ്ടാവില്ല. അതുകൊണ്ട് ഫിറ്റാക്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഫിറ്റാക്ട് ബന്ധപ്പെടുകയാണെങ്കിൽ എനിക്ക് വിഷയങ്ങളൊക്കെ പഠിക്കാം. അതുപോലെ തന്നെ ഫിറ്റാക്ടിനെ അഫിലിയേഷൻ ചെയ്യുന്ന വഴി നമുക്ക് 400 രൂപ മുതൽ 8000 രൂപ വരെ നമുക്ക് മേക്ക് ചെയ്യാൻ അവസരമുണ്ട്. ഈ വിഷയത്തിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പോവാണ് കേട്ടോ. ഈ വിഷയങ്ങളൊക്കെ കൂടെ പഠിക്കാൻ പറ്റും. ഗൂഗിളിന്റെ വിഷയത്തിലേക്ക് കടക്കാം. ഗൂഗിൾ എന്ന് പറയുമ്പോൾ ഗൂഗിളിന്റെ ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന യൂട്യൂബ് എന്നുള്ള സാധനം അല്ലെ. യൂട്യൂബിൽ പ്രത്യേകം ഒരു 500 പോലെ സിനിമ കണ്ടു വീഡിയോ കണ്ടാൽ തീരുല്ല സാധനം. തീരുമോ? അതിന് മാത്രം വീഡിയോ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ആരാ വന്നിട്ടത്? നമ്മുടെ നാട്ടിൽ കോഴിക്കോട് കോഴിക്കോട് ഇഷ്ടംപോലെ 1000കണക്കിന് വീഡിയോ കിട്ടും. ഇത് ഗൂഗിൾ നേരിട്ട് നിർത്താണോ? അല്ല, ഇവിടുത്തെ ആൾക്കാരാണ്
രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിലെ പരസ്യം വരുന്നത് കണ്ടിട്ടുണ്ടാവും. സ്കിപ്പ് ആഡ് എന്ന് പറഞ്ഞ് കണ്ടില്ലേ? സ്കിപ്പ് ആഡ് നമ്മൾ ക്ലിക്ക് ചെയ്യും, സ്കിപ്പ് പോവും, വീഡിയോ വരും അല്ലെ. കുറച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് വേറൊരു ആഡ് മുങ്ങി വരും, പോപ്പപ്പ് ആഡ് എന്ന് പറയും. ഓക്കെ, നമ്മൾ ഒരു വീഡിയോ ജസ്റ്റ് പരിചയപ്പെടാം, അത് കഴിഞ്ഞാൽ നമുക്ക് വിഷയത്തിൽ സംസാരിക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ കൊടുക്കുമായിരിക്കും? എന്തൊക്കെ കൊടുക്കും? ലൈക്ക് കൊടുക്കും, നമ്മൾ കൊടുക്കൂലേ? കുട്ടികളാകുമ്പോൾ ധൈര്യം കൊടുക്കൂലേ? ഒരു ടെൻഷനും ഇല്ല. പിന്നെ എന്തൊക്കെ കൊടുക്കും? നമ്മള് കമന്റ് ചെയ്യൂലേ നമ്മളെ കുട്ടികളെ അല്ലെ? പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കാണാൻ വേണ്ടി നമ്മളത് ഷെയർ ചെയ്യും അല്ലെ? ഇങ്ങനെ 3 സാധനങ്ങൾക്ക് കിട്ടി. ഈ വീഡിയോ നമ്മുടെ സെമിനാറിൽ നമ്മളെ ഈ പരിപാടിയിലല്ലാതെ മുന്നേ കണ്ട യൂട്യൂബിൽ കണ്ട ആൾക്കാർ കൈവക്കും. ഒരാൾ കണ്ടിട്ടുണ്ട്, 2 ആൾ കണ്ടിട്ടുണ്ട്, 3 ആൾ കണ്ടിട്ടുണ്ട്, 4 ആൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. 4 ആൾക്കാർ ഈ വീഡിയോ കണ്ടു അല്ലെ? ബാക്കിയുള്ള ആൾക്കാർ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. 84,54,82,917 ആൾക്കാർ എന്ന് പറഞ്ഞാൽ 84 കോടി ആളുകളാണ് യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടത്. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ വേറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഉണ്ടോ അല്ലേ? അപ്പൊ യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടു. എന്നാൽ ഇവരെ പാരന്റ്സ് ഇത് യൂട്യൂബിൽ ചെയ്തു, ഇവരെ ക്യാമറ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടു. ഒരുപാട് ലൈക്കും ഷെയറും കമന്റും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? എന്നാ യൂട്യൂബ് അവർക്ക് കൊടുത്ത ഇതൊന്നും അല്ല. 84 കോടി ആൾക്കാർ യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടെത്തുള്ള കാരണക്കാർ യൂട്യൂബ് അവർക്ക് കൊടുത്തത് 6 കോടി രൂപയാണ്. 6 കോടി രൂപ അല്ലെ? എന്താ പരിപാടി? 2 കുട്ടികൾ തമാശ കാണിക്കല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സ്ക്രീൻ സ്റ്റാർ വേറെ ആരും വന്നോ? ആരും വന്നിട്ടില്ല. 2 കുട്ടികളെ തമാശന്റെ പേരിൽ ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബ് ഇവർക്ക് കൊടുത്ത പൈസയാണ് 6 കോടി രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ പരിചയപ്പെടാം. ഇത് കണ്ട നിങ്ങൾ അതേ കുട്ടികളെ ആ ചാർലി വിത്ത് മൈ ഫിംഗർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മൊബൈൽ അടിച്ചാൽ കിട്ടും. ആ വീഡിയോ ഹിറ്റ് ആയപ്പോൾ അതിനെ പരിചയപ്പെടുത്തിട്ട് അതിനെ കളിയാക്കിയിട്ട് 2 ആൾക്കാർ തുടങ്ങിയ വീഡിയോ നിങ്ങൾ കാണാൻ പറ്റുന്നത്. ഇതും ഒരുപാട് ആൾക്കാർ കാണും. ഇത് മാത്രമല്ലാതെ നിങ്ങൾ പല നാട്ടിൽ പല ടൈപ്പിൽ ആൾക്കാർ നമുക്ക് കോഴിക്കോട് എഡിഷനും മലപ്പുറം എഡിഷനും കണ്ണൂർ എഡിഷനും ഒക്കെ നമുക്ക് തുടങ്ങാം അല്ലെ? 2 ആൾ അപ്പുറത്ത് ഒരാളെ കയ്യിൽ വായിൽ വേറൊരാൾ വിരലിൽ കഴിഞ്ഞാൽ കടിച്ചു കഴിഞ്ഞ ഒരു എക്സ്പ്രഷൻ വരാണ്ടില്ലേ? ഉണ്ടാവില്ലേ? ആ എക്സ്പ്രഷൻ ജസ്റ്റ് നമ്മൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടാൽ മതി. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. കണ്ട നിങ്ങൾ ഇത് 2 പെൺകുട്ടികളാണ് കാണിക്കുന്നത്. 1,62,00,000 ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടത്. ജസ്റ്റ് കളിയൊക്കെയാണ് ചെയ്തത്. ആ വീഡിയോ പോലും കണ്ടു. അപ്പൊ നമുക്കറിയാം ഏത് വീഡിയോ ഹിറ്റ് ആവില്ലേ? ഇനി ഇത് പുറത്തുള്ള കാര്യമാണെങ്കിൽ ഇനി നമ്മുടെ നാട്ടിലെ കാര്യം പറയാം. കൊട്ടപ്പുറം കേട്ടോ? കൊട്ടപ്പുറം എയർപോർട്ടിന് അടുത്താണ് കൊട്ടപ്പുറം. നിങ്ങളുടെ നാടാണ്. അവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ആളായിരിക്കും. കണ്ണൂർ ഷെരീഫ് രഹന. നമുക്കറിയാം ചാനലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണല്ലേ? ആണോ? കേട്ടില്ലേ? ഈ പരിപാടി ഞങ്ങളുടെ ക്ലബിന്റെ പരിപാടിയാണ്. അവിടെ പരിപാടിയിൽ കണ്ണൂർ ഷെരീഫും രഹനയും കൂടെ വന്ന് പങ്കെടുത്തു, പാടി. അവർക്ക് ക്ലബ്ബുകാർ കൊടുത്തത് 5000 രൂപ. ബിക്കം ഹാപ്പി അല്ലെ? രണ്ടാമത് സംഭവിച്ചത് ഫ്രണ്ടിൽ നിന്ന് നമുക്കൊരു പരിപാടി തന്നെയാണ്. ഇനി ഒന്നുകൂടെ കാണാൻ വേണ്ടി മൊബൈൽ എടുത്ത് റെക്കോർഡ് ചെയ്യൂലേ? അങ്ങനെ അത് ഷെമീർ കൊട്ടപ്പുറം നാളെ യൂട്യൂബിൽ കൂടെ അപ്ലോഡ് ചെയ്തു. അവര് യൂട്യൂബിൽ കിട്ടുന്ന 25,000 രൂപ. പാടിയൊക്കെ
ഇനി നമുക്ക് കാണാം ഷെരീഫ് കൊട്ടപ്പുറത്ത് വേറെ ഒരാളാണ് ഷെരീഫ് കൊട്ടപ്പുറം. ഇത് രാഷ്ട്രീയ പ്രസംഗം ചെയ്യുന്നതാണ്. രാഷ്ട്രീയ പ്രസംഗം കാരണം നാടൻ സംസാരമാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇയാൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് പറയാൻ ഇഷ്ടമായി. കാരണം കേൾക്കുന്നവർക്ക് എല്ലാവരും കേൾക്കേണ്ടി ഷെയർ ചെയ്യും. രസമുള്ള സംസാരം എല്ലാവരും ഇഷ്ടപ്പെടില്ലേ? ഓട്ടോമാറ്റിക് ഇയാൾ അങ്ങനെ ഇഷ്ടമായി. അതിനിടയ്ക്കാണ് എന്ത് ചെയ്ത് ഇയാളോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല, നിങ്ങൾ പ്രസംഗിക്കുന്ന ആളല്ലേ? അതേ പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ ക്യാഷ് കിട്ടാറുണ്ടോ? ആദ്യമായിട്ടാണ് ഈ വിഷയം കേൾക്കുന്നത്. യൂട്യൂബിൽ ക്യാഷ് കിട്ടും. അങ്ങനെ അയാൾ രണ്ടാമത് കൂടെ ചെയ്ത് നമ്മുടെ കമ്പനിയിലേക്ക് വന്ന് സംസാരിച്ചു. ആരോ പറഞ്ഞപ്പോഴും യൂട്യൂബിൽ ക്യാഷ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓഫീസിൽ വന്ന് സംസാരിച്ചു. അവിടുന്ന് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് 10 ലക്ഷം രൂപയാണ് ഇയാൾക്ക് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് എല്ലാവർക്കും പൈസ കിട്ടുമോ? എല്ലാവർക്കും കിട്ടുമോ? നമ്മൾ നാട്ടിൽ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. നിങ്ങൾ അടിച്ചു നോക്കി. നിങ്ങളുടെ സ്വന്തം ഗ്രാമത്തിന്റെ പേര് അടിച്ചു നോക്കി. അവർക്ക് വീഡിയോ ഉണ്ടോ? ആൾക്കാർ അടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സ് കഴിഞ്ഞോ? യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്താൽ എന്തെങ്കിലും വീഡിയോ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടോ അല്ലേ? നമുക്കൊന്നും കിട്ടിയോ? നമുക്ക് കിട്ടുന്നില്ലേ? അതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടുന്നില്ല. അന്ന് കുറച്ച് ആൾക്കാർ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു യൂട്യൂബിന് അല്ലെങ്കിൽ ഗൂഗിളിന് ആൾക്കാർക്ക് ഒക്കെ ഗൂഗിൾ പൈസ കൊടുക്കുന്നുണ്ട്. അവരുടെ വീഡിയോയില് പരസ്യമുള്ള പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ത് ചെയ്യും? അവർക്ക് പൈസ കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഇത് കണ്ട നിങ്ങൾ ഇത് BTV ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലാണ്. ഞങ്ങളുടെ ഫ്രണ്ടാണ് നാട്ടില്. ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. സാമ്പാറിന്റെ ഔഷധ ഗുണം എന്ന് കാണൂലേ? നമ്മൾ മൈൻഡ് ചെയ്യില്ല. സാമ്പാറിന് ഇത്ര പ്രത്യേകിച്ച് ഇതിന്റെ ഔഷധ ഗുണം ഉണ്ടോ? നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് പിന്നെ നമ്മൾ ചിന്തിക്കണ്ട. ഇങ്ങനെ ഉണ്ടെങ്കിലോ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വരും. യൂട്യൂബ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോ ആണ് പ്ലേ ചെയ്യാം. ഈ വീഡിയോ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോ യൂട്യൂബിൽ വരുത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഡെയിലി ഈ ലബീബിൽ തന്ന ആളെ വരുമാനം 4500 5000 രൂപ ആവറേജ് എല്ലാ ദിവസവും വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു മാസം വരുമാനം എത്രയായി? 1.5 ലക്ഷം രൂപ. ആ വീഡിയോ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ആ വീഡിയോ. സാമ്പാർ എന്ന സമീകൃത ആഹാരം. സാമ്പാർ ഒരു സ്പൈസഡ് വെജിറ്റബിൾ സൂപ്പാണ്. ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും ഉത്തമമായ പല ഘടകങ്ങളും ഒന്നിച്ച് ശരീരത്തിന് സാമ്പാറിലൂടെ ലഭ്യമാകുന്നു. സാമ്പാറിലെ തുവരപ്പരിപ്പിൽ മാംസ്യവും ബി ജീവകങ്ങളും ഇരുമ്പും കാൽസ്യവും കരോട്ടിനും എന്നിങ്ങനെയും ഒറ്റ ക്യാമറ വീഡിയോ അടിച്ച ക്യാമറ ഒറ്റ വീഡിയോ ഉണ്ട്. അതിൽ സാമ്പാറിന്റെ 3-4 പിക്ചറുകൾ ചിത്രങ്ങൾ സ്ലൈഡ് ഷോ കിട്ടുക ചെയ്തില്ലേ? രണ്ടാമത്തെ അതിന്റെ ഫസ്റ്റിൽ നമ്മൾ കണ്ട ഒരു സൗണ്ട് ഉണ്ട്. BTV ഇന്റർനാഷണൽ സ്ലാങ് ഉണ്ടല്ലേ? അത് ടൈപ്പ് ആൻഡ് ഫിഷ് എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്താണ്. മൂന്നാമത്തത് ഇതിലുള്ള കണ്ടന്റ് അല്ലെ? എന്താണ് സാമ്പാറിന്റെ ഔഷധ ഗുണം? അത് ചെയ്തിരിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. സാധാരണ നമ്മൾ മാഗസിനൊക്കെ ഇല്ലേ? വനിത, മംഗളം, മനോരമ ആഴ്ചകളിലൂടെ വരാറില്ലേ? അതിങ്ങനെ പെട്ടിയാക്കിയിരിക്കില്ലേ? പൊടിക്കൈകൾ, അടുക്കള കാര്യം വരാറില്ലേ? ഈ സാധനം മൈക്ക് വെച്ച് വായിക്കാൻ സാമ്പാറിന്റെ ഔഷധ ഗുണം. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്ത്. ഇനി അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇന്ന് നമുക്ക് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ പരിപ്പ് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി സിമ്പിൾ ആണ്. വീട്ടിൽ അമ്മ ഫുഡ് ഉണ്ടാക്കുമ്പോൾ മൊബൈൽ തന്നെ ചെന്നാൽ മതിയില്ലേ? ആണോ? അമ്മയോട് പറഞ്ഞാൽ കൈ മാത്രം വെച്ചാൽ മതി. മുഖം പോലും കാണിക്കേണ്ടാ മതി. ഒരു ടെൻഷനും ഇല്ല. ഇതൊക്കെ ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗം എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഒരു വേദന വരൂലേ? ഇങ്ങനെ ആയിരുന്നു നമ്മൾ യൂട്യൂബിൽ പരിചയപ്പെടുന്നത്. ആണോ? ഇനി നമുക്ക് ഒരാളോട് പരിചയപ്പെടാം. ഒന്നുകൂടെ ഷോർട്ട് ആക്കുകയാണ്. ഒരാളോട് പരിചയപ്പെടാം. ആരാണ് സന്തോഷപ്പെട്ടിട്ടില്ലേ? സൗണ്ട് കൂടിയില്ലേ? നല്ല പരിചയമുള്ള അയാളെ പ്രത്യേകം അറിയോ? 5 ലക്ഷം രൂപയ്ക്ക് സിനിമ ഇറക്കി ഗോൾഡ് ടിക്കറ്റ് ആയില്ലേ? കൈരടിയും ശ്രീലൊക്കെ സിനിമ ഓടിയില്ലേ? പല ആൾക്കാരും പുറത്തിറങ്ങുമ്പോൾ ചമ്മ ഓടിയിട്ട് ഇറങ്ങിയ മൂവിയില്ലേ അല്ലെ? എന്താ നമുക്ക് അറിയില്ല. എന്തായാലും പരിപാടി ഇട്ടായി ഇങ്ങനെ വന്നു. ഇയാളെ ചെയ്തിരിക്കുന്ന ചെയ്യാറ് 5 ലക്ഷം രൂപയ്ക്ക് സിനിമ ഇറക്കി. അങ്ങനെ ഇയാളെ പിടിച്ച് വീണ്ടും ചാനലിലേക്ക് വിളിച്ചുകൊണ്ടുപോകും. ചാനലിലേക്ക് വിളിച്ചുകൊണ്ടോ അവിടെ വെച്ച് വീണ്ടും എല്ലാവരും കൂടെ ഇയാൾ ആക്രമിക്കുക ചെയ്യുന്നത്. അവിടുന്ന് ഇയാൾ സംസാരിക്കുന്ന സംസാരം ഉണ്ടെന്നാണോ? നിങ്ങൾ ആരും എന്റെ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് ക്യാഷ് കിട്ടും. എവിടുന്ന് കിട്ടിയിട്ട് അവിടെ പറയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടി. എത്ര കിട്ടി? എത്രയോ? ഇയാൾ പറയാണ് 3.5 കോടി രൂപയാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത്. നിങ്ങൾ നമ്മൾ ഇത് കേട്ടപ്പോൾ കുറെ ആൾക്കാർ തിരിച്ചു. എന്താ പ്രശ്നം അറിയോ? ഇയാളെ സിനിമയ്ക്ക് യൂട്യൂബ് 3.5 കോടി കൊടുക്കുമെന്നുള്ളതാണ്. കൊടുക്കോ? നേരത്തെ ആയിരുന്നു നിങ്ങൾ എന്താ പറയാ? കൊടുക്കില്ലാന്ന് പറയില്ലേ? അല്ലെ? ഞാൻ പറയും നേരത്തെ ഇത് അറിയുന്നതിന് മുന്നേ ഞാൻ പറയും. കാരണം എന്താ വെച്ചാല് ഇയാളെ സിനിമ കംപ്ലീറ്റ് പീസ് ആക്കിയിട്ട് യൂട്യൂബിൽ കിട്ടിയില്ലേ? നല്ല അടിപൊളി സ്റ്റഡില് സൂപ്പർ പഞ്ച് ഡയലോഗ് ഇല്ലേ? ഇത് കംപ്ലീറ്റ് ഇതിലുണ്ട്, യൂട്യൂബിലുണ്ട്. നമ്മൾ തന്നെ ആൾക്കാരാണ്. നമ്മൾ എന്ത് ചെയ്യാം? അതില്ലേ ഇത് കൂട്ടുകാരെ വിളിച്ചു
വലിയ യൂട്യൂബ് ഇതൊക്കെ ഇയാൾക്ക് പൈസ സന്തോഷം വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ ഒരു ബഫൂണായിട്ട് അഭിനയിക്കുക മാത്രമായിരുന്നു. ആണോ അയാൾ ബഫൂൺ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തും നമുക്ക് റെഡി ആവൂലേ. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ ചെയ്യാം. അർച്ചനാസ് കിച്ചൺ അതുമാതിരി ചാനൽസ് എങ്ങനെ പഠിക്കുന്ന യൂട്യൂബിൽ പഠിക്കുന്ന ആൾക്കാരില്ലേ, എങ്ങനെ യോഗ ചെയ്യാം, എങ്ങനെ കുംഫു പഠിക്കാം, എങ്ങനെ കരാട്ട ചെയ്യാം, മസിൽ ഉണ്ടാക്കാം, ഇതൊക്കെ നിങ്ങൾ കാണിച്ചു തരികയാണെങ്കിൽ ഇയാളെ നമ്മുടെ നാട്ടിൽ ഇയാളെക്കാട്ടി മസിൽ ആൾക്കാരുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ക്യാഷ് ഉണ്ടാക്കുന്ന ആളാണ്. കാരണം ഇയാളുടെ വീഡിയോ റണ്ണിങ് ആണെന്നേ അല്ലേ. എന്നോട് കാര്യം പറയാതെ വയറൊക്കെ ചാടി നിങ്ങൾക്ക് ജിമ്മിൽ പോയിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ ആരോടും പറയാതെ യൂട്യൂബിൽ അടിച്ചു നോക്കും. എന്താ അടിച്ചു നോക്കുക? വയറ് കുറയൊന്നുമില്ലേ. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ വീഡിയോ പ്ലേ ചെയ്യാം, ഞങ്ങൾക്ക് പൈസ കിട്ടുകയാണ്. കാരണം നിങ്ങൾ അങ്ങനെ അനവധി അവസരങ്ങൾ അനവധി വിഷയങ്ങളാണ് യൂട്യൂബിലുള്ളത്. ഇനി എന്തിനാണ് ഞാൻ ഒന്നും കൂടെ ഷോർട്ട് ആക്കി, നമ്മുടെ സമയം ഒരുപാട് അങ്ങനെ പോകും, അതുകൊണ്ട് ഷോർട്ട് ആക്കാൻ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. താല്പര്യമുള്ളവരും ഈ നിങ്ങൾ മെമ്പർ ആയി കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ ഫുള്ള് കക്കാത്തിലൂടെ അസിസ്റ്റന്റോടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ഒരാളോട് പരിചയപ്പെടുത്തിയ 10 വയസ്സുള്ള ഒരാളാണ്. അയാളുടെ പണി എന്താ അറിയോ? 10 വയസ്സുള്ള ഒരാൾ നമ്മുടെ നാട്ടിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ബാലവേല. ആരെ പിടിക്കാം? ചെറുക്കിനെ പിടിച്ചോണ്ട് പോവോ? കൊടുത്ത ആളെ കൊണ്ടുപോകില്ലേ ജോലിക്ക്? ആണോ? എന്നാൽ നമുക്ക് പരിചയപ്പെടാം. അതിന്റെ മുന്നേ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. നിങ്ങൾ യൂട്യൂബിൽ കോടികൾ ഉണ്ടാക്കുന്ന ഒരാൾ, ആ വിഷയം ഞാൻ പറയാം, അതിന്റെ മുന്നേ പരിചയപ്പെടുത്താം. യൂട്യൂബിൽ കോടികൾ ഉണ്ടാക്കുന്ന ആളുടെ പ്രത്യേകത ഇവിടെ പരിചയപ്പെടാം. New YouTube channel, Fasting. Number 10, Shirazade Shop. Hi guys, with a pro mobile directory, Shirazade sugar, spice, and everything nice, healthy, Ibrahim, Harpal Singh. Chef Harpal Singh goes by the famous. രണ്ടാളുകൾ പരിചയപ്പെട്ടു. രണ്ടാളെ കണ്ടില്ല. ഫസ്റ്റ് ഈ പെൺകുട്ടിയുടെ പരിപാടി എന്താ? 6.5 കോടി രൂപയിൽ മേലെയാണ് ഇവരുടെ വരുമാനം. എത്ര? 6.5 കോടി രൂപയിൽ മേലെയാണ് വരുമാനം. എന്താ പണി അറിയോ? മുടി കെട്ടുക, നൈറ്റ് പോളിഷ് ചെയ്യുക, ഫേസ് വാഷ് ചെയ്യുക, ഫേസ് പാക്ക് ഇട്ട് കാണിച്ചു കൊടുക്കുക. ആണോ? ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ എല്ലാവരും ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കുറച്ച് മുന്നേ പെൺകുട്ടികൾ മാത്രമേ ഒരുങ്ങാറുള്ളൂ, ഇന്നിപ്പോൾ ആൺകുട്ടികൾ ഒരുങ്ങും അല്ലേ. അപ്പൊ നമുക്ക് പെൺകുട്ടികൾ ഒരുങ്ങാന്നുള്ളത് ഇവർ എന്ത് ചെയ്യാണ്, ഇത് ഒരുങ്ങി കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ ഒരുങ്ങുന്നത് എവിടെ? കണ്ണാടിന്റെ മുന്നിലാണ്. ആണല്ലേ? പക്ഷെ ഇവിടെ ഒരുങ്ങുന്ന എവിടെയാണ്? ക്യാമറയുടെ മുന്നിലാണ്. അങ്ങനെ 6.5 കോടി രൂപയിൽ വേറെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ആളാണ് പരിചയപ്പെടുക, വലിയ ഷെഫാണ്, പഞ്ചാബി ഷെഫാണ്. ഇപ്പൊ ഇയാളെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. 6.5 കോടി രൂപയിൽ വേറെയാണ് ക്യാഷ്. ഇവർക്ക് എവിടുന്നാണ് ഈ റെസിപ്പി കിട്ടുന്നതോ? ഇവിടെ പാചകമത്സരം നടത്താറില്ലേ പല ആൾക്കാരും, മാഗസിൻസ് ഒക്കെ നടത്തില്ലേ, നമ്മളും വായിച്ചു കൊടുക്കും. ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാം, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം, അല്ലേ? നമ്മളെന്താ കിട്ടിയാണെങ്കിൽ ഒരു ഫ്രൈ പാനോ ഒരു കുക്കറൊക്കെ കിട്ടിയാലോ നല്ലതല്ലേ. അങ്ങനെ ആയിരക്കണക്കിന് റെസിപ്പികളാണ് ഇവരെടുത്തുള്ളത്. തിരിച്ച് ഇങ്ങോട്ട് ഉണ്ടാക്കി കാണിച്ചു തരുമല്ലേ. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി നമ്മൾ പോയി നോക്കും, ആരെ റെസിപ്പി ഉണ്ടാക്കിയത്? നമ്മൾ അങ്ങോട്ട് അയച്ച റെസിപ്പി ഇങ്ങോട്ട് ഉണ്ടാക്കി കാണിച്ചു തരല്ലേ. അങ്ങനെ കോടികളാണ് ഇതിനൊക്കെ വരുമാനം. ഇതിനൊക്കെ നമ്മൾ ഭാഗവാക്കാണ് ഇല്ലേ. ഇങ്ങനെ അനവധി അവസരങ്ങളാണ് ഇതിനുള്ളത്. ദിശ മധുലിക വെജിറ്റേറിയൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഏറ്റവും ഇതിന് പ്രായം എന്നൊരു പ്രശ്നം. ഐടിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണല്ലോ, ഇവിടെ പ്രായം ഒരു പ്രശ്നം കാരണം എന്താ ചെയ്യാൻ, നമ്മൾ മറ്റുള്ള ആൾക്കാർ 18 വയസ്സ് തികയാത്ത ഒരാൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മുടെ നാട്ടിലെ. പക്ഷെ ഐടിയിൽ വർക്ക് ചെയ്യാൻ പ്രായം പ്രശ്നമില്ല എന്ന് പറയാൻ കാരണം 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും പഠിക്കുന്ന കുട്ടികൾ വരെ 5-6 രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന IT കമ്പനിയുടെ സിഇഒകളാണ്. വിശ്വസിക്കുന്നത്. എന്നാൽ അതിനേക്കാളും ഈസി ഞാൻ പരിചയപ്പെടുത്താൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണ്ടെങ്കിൽ ഇയാൾ പരിചയമുണ്ടോ? ഇയാളാണ് ടോപ്പ് 10 യങ്ങസ്റ്റ് യൂട്യൂബിൽ കോടികൾ ഉണ്ടാക്കുന്ന യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ്. എത്ര വയസ്സാണോ? 10 വയസ്സ്. 10 വയസ്സിൽ ഇവന്റെ പണി എന്താണ്? 10 വയസ്സല്ലോ ഒന്നുമില്ല, ഗെയിം കളിക്കുക. എന്താണ്? ഗെയിം കളിച്ചിട്ട് കോടികൾ വരുമാനം. വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗെയിം കളിച്ച് ലാസ്റ്റ് കമ്പനിക്കാർ അവാർഡ് കൊടുക്കുക, ട്രോഫി കൊടുക്കുക, ഇതൊന്നുമല്ല ചെയ്യുന്നത്. ഇവൻ ഗെയിം കളിപ്പോൾ അത് റെക്കോർഡ് ചെയ്യും, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ നമ്മളോട് മൊബൈൽ ഇരിക്കുന്ന മൊബൈൽ അവൻ തപ്പുന്ന ഇതാണ്. കാരണം ഒരു ഗെയിമിന്റെ അഡിക്റ്റ് സ്റ്റേജ് അറിയാവുന്നത് ഇവരുടെ ആകാംക്ഷയാണ്. ആ ഒരു ആകാംക്ഷ ഇവരെ യൂട്ടിലൈസ് ചെയ്യാണ്. ഇങ്ങനെ കോടികളാണ് വരുമാനം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ അനിയന്മാർ ഗെയിം കളിച്ചോണ്ടിരുന്ന നമ്മൾ ചീത്ത പറയില്ലേ? പിന്നെ ഈ ഗെയിം കളിക്കാൻ നമുക്ക് മൊബൈലും കമ്പ്യൂട്ടറും വാങ്ങിച്ചു കൊടുക്കും. ഈ വേറെ ഈ ബൈക്കൊക്കെ വരുന്നില്ലേ, അവരെ ഓടിച്ചു നമ്മളെ. എന്താ നിങ്ങൾ പറ, ഇങ്ങനെ കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഗെയിം കളിക്കുമ്പോൾ എന്താ ചെയ്യാം? കളിക്കണ്ടെന്ന് പറയോ? നമ്മൾ കട്ടഞ്ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല, കുറച്ചുകൂടി കളിച്ചു ആണോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് IT എന്നുള്ളത് പ്രായം ഒരു
മോഡി പഠിച്ചത് ആണെങ്കിൽ ബിടെക് എംടെക് MCA അല്ലേ PhD എടുത്താലേ നടക്കുള്ളൂ. കാരണം ഇതൊക്കെ ഭയങ്കര പ്രൊഫഷണൽ ഫീൽഡ് അല്ലേ. അല്ല അതിലേക്കൊന്നും എത്താതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം IT കയറാം അല്ലേ. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയായിരുന്നോ നിങ്ങൾ യൂട്യൂബിൽ എത്ര കാലം കണ്ടിരുന്നത്? അല്ല അല്ലേ. ഇനി നമുക്ക് തിരിച്ച് ചിന്തിച്ചൂടെ? ഞാൻ ചോദിക്കട്ടെ, 4-5 മണിക്കൂറിൽ അല്ലേ, 1 മണിക്കൂർ കിട്ടിയാൽ നമ്മളിങ്ങനെ കുട്ടികൾക്ക് കണ്ടാൽ 1 മണിക്കൂർ ലേറ്റ് ആവും. എന്താ ചെയ്യാം, വേഗം മൊബൈൽ എടുത്തിട്ട് ഓണാക്കും. യൂട്യൂബ് ഓണാക്കി എന്ത് ചെയ്യാം, നേരത്തെ കണ്ട സിനിമയുടെ ബാക്കി കാണും. അല്ലെങ്കിൽ ബാഹുബലിയുടെ പാട്ട് അടിപൊളിയാ, നമ്മൾ അതൊന്നും കൂടെ കാണും അല്ലെ. ഏതെങ്കിലും കോമഡി കാണും, പ്രസംഗം കേൾക്കും, പാട്ട് കേൾക്കും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ട് സമയം പോക്കാണ്. എന്നാൽ ആ സമയം നമ്മൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഗൂഗിളിനായിട്ട് എഗ്രിമെന്റ് ആവാൻ റെഡി ആണെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്ന അത്രയും അതിനേക്കാളും പൈസ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ വേറെ സമയം ചെലവാക്കണ്ട. കാരണം 5 മണിക്കൂർ ഒരാള് ഇരുന്ന് കുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ 5 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ നമുക്ക് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നൂടെ? നമ്മൾ എന്താ യൂട്യൂബ് യൂസ് ചെയ്യുന്നത്? മോഡി, നമ്മുടെ പ്രധാനമന്ത്രി മോഡി പറഞ്ഞോ, നിങ്ങളെല്ലാം യൂട്യൂബ് നിർബന്ധമായിട്ട് 5 മണിക്കൂർ യൂസ് ചെയ്യണം. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്? പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് എൻജോയ്മെന്റ് ആണ് അല്ലേ. ആ എൻജോയ്മെന്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ഞങ്ങൾ പറയാനുള്ളത്. അടുത്ത വിഷയം ഞാൻ ഈ വിഷയത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ യൂട്യൂബ് നമുക്ക് വലിയ പൈസ കഴിക്കുന്ന അല്ലെ, പണം കഴിക്കുന്ന മരമാണ് ആണല്ലേ. ഇനി നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. യൂസ് ചെയ്യൂടെ? എത്ര ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഇനി യൂട്യൂബിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? താല്പര്യം യൂസ്. വാ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, അടുത്ത നമ്മൾ സംസാരിക്കാൻ പോവാണ് യൂട്യൂബിലെ ഗൂഗിളിലെ അടുത്ത ഫെസിലിറ്റിയാണ് എന്ത്, ബ്ലോഗ് എന്ന് പറഞ്ഞത്. കേട്ടോ ബ്ലോഗ്? എന്താണ് ബ്ലോഗ്? എന്താണ് ബ്ലോഗ്? ഗൂഗിൾ നമുക്ക് തരുന്ന ഫ്രീ വെബ്സൈറ്റ് ആണ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മോഹൻലാൽ ബ്ലോഗ് എഴുതി കേൾക്കാറില്ലേ? മോഹൻലാൽ ബ്ലോഗ് എഴുതിയില്ലേ? കാരണം മോഹൻലാൽ നല്ലൊരു ബിസിനസ്മാൻ ആണ്. മോഹൻലാലിന് അറിയാം, ബ്ലോഗ് എഴുതി കഴിഞ്ഞാൽ പൈസ കിട്ടും. അയാൾ ചാനലിലേക്കല്ല പോവോ, പൈസ ഉണ്ടാക്കാനുള്ള മാർഗം അറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ ബ്ലോഗ് ചെയ്ത് ചെയ്യാം. നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി കണ്ടെങ്കിൽ ബ്ലോഗ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. 5 ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോഗ് ഉണ്ടാക്കാം. ഗൂഗിളിൽ കയറിയിട്ട് വെറുതെ ബ്ലോഗിൽ അടിക്കാം, അല്ലെങ്കിൽ അവിടെ മെനുവിൽ കയറിയിട്ട് നമ്മൾ അടിച്ചാൽ മതി. ബ്ലോഗിൽ വെച്ചാൽ ഫസ്റ്റ് ക്ലിക്കിൽ നമുക്ക് വരുന്നത് ക്രിയേറ്റ് ചെയ്ത ബ്ലോഗ്, രണ്ടാമത്തെ ക്ലിക്കിൽ നമുക്ക് വരിക ജിമെയിൽ അക്കൗണ്ട്, പാസ്വേഡ്, 4ാമത്തെ ക്ലിക്കിൽ നമുക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്യാം. കാരണം നിങ്ങൾ അഡ്രസ് വരുമ്പോൾ blogspot.com എന്ന് വരിക. 5ാമത്തെ ക്ലിക്കിൽ നമുക്ക് ബ്ലോഗ് ആയി ബ്ലോഗ് ഉണ്ട് അല്ലെ. എല്ലാവരും പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇരിക്കൂലേ, എനിക്കൊരു ബ്ലോഗ് അല്ലെ, എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതായി ചിന്തിക്കാറില്ലേ. പക്ഷെ ഒരു റുപ്യ പോലും മുടക്കാതെ ഗൂഗിൾ നമുക്ക് തരികയാണെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾ ഉപയോഗിച്ചോ അല്ലെ എന്ന് പറഞ്ഞു. നമ്മൾ ബ്ലോഗ് കാണാത്തവർക്ക് ബ്ലോഗ് കാണാത്തവർക്ക് എല്ലാവരും കാണുന്നില്ലേ? ദാറ്റ്സ് ഗുഡ് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ബ്ലോഗിലേക്ക് എത്തിക്കാൻ ഒരുപാട് മാർഗങ്ങൾ യൂസ് ചെയ്യാൻ. നമുക്ക് അറിയാം, വെളുക്കാൻ ഒറ്റമൂലി 15 ദിവസം കൊണ്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണുകയാണ്. നമ്മൾ എന്താ ചെയ്യാം, വെറുതെ അടിച്ചു കൊടുക്കില്ലേ? എന്തിനാ അടിച്ചു കൊടുത്ത്? വെളുക്കോ? നമ്മളാരെങ്കിലും വെളുക്കുവോ? പിന്നെ എന്തിനാ പഠിച്ചത്? എന്താണ് രീതിന്ന് അറിയാൻ പറ്റുന്ന ആകാംക്ഷ ആണോ? ഹൈവേയിലെ ബാഹുബലിയുടെ സമയമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കാണാറുണ്ട് ബാഹുബലിയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് എന്ത് സംഭവിച്ചു? ആകെ ടെൻഷനായി ഇന്നലെ ഹൈവേയിൽ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? ഒരാൾ മൊബൈൽ പിടിച്ച് ഹൈവേയിൽ കുറച്ച് നിന്ന് കുറെ വണ്ടികൾ പോയില്ലേ, അത് റെക്കോർഡ് നമ്മൾ കാണിച്ചു. എന്താ വണ്ടി പോയി വേറെ ഒന്നുമില്ല. പക്ഷെ ഇവര് നമ്മളെ ഫേസ്ബുക്കിൽ നിന്നും ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ, വാട്സപ്പിൽ നിന്നൊക്കെ നമ്മളെ ട്രാഫിക് ചെയ്യണം. എങ്ങോട്ടേക്ക് ട്രാഫിക് ചെയ്തേ നേരെ അവരെ ബ്ലോഗ് ചെയ്ത് ഒരാൾ ബ്ലോഗിൽ കയറി ഇറങ്ങി കഴിഞ്ഞാൽ അതിനെ പൈസ എഴുതി. ഓക്കെ, നിങ്ങളുടെ ബ്ലോഗിൽ നിങ്ങൾക്ക് ആരെയും പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഗൂഗിളിലേക്ക് നമ്മുടെ എഗ്രിമെന്റ് ആയിട്ടില്ല, ഗൂഗിളിന്റെ ആൾക്കാരായി മാറിയിട്ടില്ല. നമ്മൾ മാത്രം നമ്മൾ ഇഷ്ടപ്പെട്ടുള്ളൂ. ഗൂഗിളിനെ ഇങ്ങോട്ടൊരു ചെറിയൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പൈസ മേടിക്കാം. ആ വിഷയത്തിലേക്ക് കടക്കാം. ഇതിനാണ് നിങ്ങൾ ഇത് ഫിറ്റാക്സ് IT ക്ലബിന്റെ ബ്ലോഗാണ്. പക്ഷെ നമ്മൾ സ്പീഡ് പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധ വേണം കേട്ടോ. ഈ വിഷയം വിവരിതാണ്. ഫിറ്റാക്കിനെ കുറിച്ചുള്ള സബ്സിഡി കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ കാണുന്ന പരസ്യമുണ്ട്. ആമസോണിൽ ഒരു വാച്ചിന്റെ ഇവിടെ കണ്ടിട്ട് തടി കുറക്കാനുള്ള ഒരു പരസ്യമുണ്ട്. ഇവിടെ വേറെ പരസ്യമുണ്ട്. ഇങ്ങനെ 5-6 പരസ്യങ്ങൾ ഇതിനുണ്ട്. കാരണം നിങ്ങൾ ഈ പരസ്യങ്ങൾ കാണുന്നതോടെ എന്താണ് ഈ ബ്ലോഗ് ഉണ്ടാക്കിയ ആൾക്കാർക്ക് പൈസ കിട്ടാൻ മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ വെറുതെ കയറി ഇറങ്ങി കഴിഞ്ഞാൽ പൈസ കിട്ടും. അത് നമുക്കിവിടെ പരിചയപ്പെടാൻ പറ്റിയാണ്. നിങ്ങൾ 30 blogs that makes a lot of money online. ഓൺലൈനായിട്ട് പൈസ ഉണ്ടാക്കുന്ന ബ്ലോഗുകളാണ്. ഫസ്റ്റ് നമ്മൾ കാണാം ഹഫിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയും. ഈ ഹഫിംഗ്ടൺ പോസ്റ്റ് അറീന ഹഫിംഗ്ടൺ ആണ്. $23,30,000 മന്ത്ലി ഏർണിങ്സ് ആണ്. $23,30,000 മെയിൻ ഇൻകം. എങ്ങനെ വരുന്നത്? പേപ്പർ ക്ലിക്ക് എത്ര വരുന്നത്? 23,30,000 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി 15 കോടി രൂപ.
വലിയ സാധനമാണ് എന്ത് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ടെക്നോളജി മാഷോട് ഈ ബ്ലോഗ് പരിചയപ്പെടാം. നിങ്ങൾ ഈ ബ്ലോഗ് കാണാം. ഇതാണ് ഹഫിംഗ്ടൺ പോസ്റ്റിന്റെ ബ്ലോഗ്. കേട്ടോ നിങ്ങൾ, ഇതാണ് അതിന്റെ പരസ്യം. ഗൂഗിളിൽ ഈ പരസ്യം കാണുന്ന വഴിയിലാണ് എന്ത് ചെയ്യുന്നത് 15 കോടി രൂപ മാസ വരുമാനം വാങ്ങിക്കുന്നത് ആര്? ഹഫിംഗ്ടൺ പോസ്റ്റിന്റെ. ഇനി നമുക്ക് കാണാം. ഇതാണ് നിങ്ങൾ ടെക്നോളജിയുള്ള ബ്ലോഗാണ്, മാഷോബിലിറ്റി എന്നുള്ള ബ്ലോഗാണ്. ഇങ്ങനെ പല പല ടൈപ്പിൽ ബ്ലോഗ് ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ട്, യൂട്യൂബിൽ എങ്ങനെയെങ്കിലും വീഡിയോ നമുക്ക് ഉണ്ടാക്കല്ലേ. പക്ഷെ ബ്ലോഗ് എഴുതുക എന്താ എഴുതിയ ബ്ലോഗിൽ ഇതൊരു പ്രശ്നമല്ലേ? യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ഇടാം, അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. പക്ഷെ ബ്ലോഗിൽ എഴുതണ്ടേ? നിങ്ങളുടെ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ബ്ലോഗ് എഴുതാം. ഇവിടെ കണ്ട നിങ്ങൾ ഇത് ഫുഡിനെ കുറിച്ച് ബ്ലോഗാണ്, ട്രാവലിനെ കുറിച്ച് ബ്ലോഗാണ്, ടെക്നോളജി ബ്ലോഗാണ്, ഫാഷൻ. ഇനി നിങ്ങൾക്ക് ഗെയിം, ക്രിക്കറ്റ്, ഫുട്ബോൾ എഴുതിക്കോ, പൊളിറ്റിക്സ് എഴുതിക്കോ. നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഇല്ലേ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ബ്ലോഗ് എഴുതിക്കോ. അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാം, മെയിൽ വഴി എത്തിച്ചു കൊടുക്കാം. ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നത്? എന്തേലേ നമ്മുടെ ബ്ലോഗിലേക്ക് ആൾക്കാർ വരും. ആൾക്കാർ വരുന്നതിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ചെറിയ പൈസ അല്ല, വലിയ പൈസ നിങ്ങൾക്ക് വരിക. കാരണം ഈ പൈസ വരുന്നതൊന്നും ഇന്ത്യൻ മണിയായിട്ടല്ല വരുന്നതാണോ, ഡോളറിലാണ് വരുന്നത് അല്ലേ? കാരണം നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഗൾഫ് പോകുന്നതിനാ അവിടെ പൈസ റിയാലിലാണ് കൊടുക്കല്. അവിടെ എങ്ങനെയും പൈസ ഇന്ത്യൻ മണിയിലാണെങ്കിൽ അവിടെ $3000 കിട്ടും. ഇവിടുന്ന് ആൾക്കാർ സൗദി പോവാണേ. പക്ഷെ സൗദി പോയിട്ട് അവർക്ക് 3000 ഉറുപ്പിയാണ് കൊടുക്കാൻ എന്താ പോയിട്ടാ അറബികൾ ഇങ്ങോട്ട് പഠിക്കേണ്ടി വരില്ലേ? രണ്ടുപേരില്ലേ? എന്തുകൊണ്ടാ പോകുന്നത്? ഇതേപോലെ തന്നെ ഡോളർ വരുമ്പോ അല്ലെ, $1 എന്ന് പറയുമ്പോ 68 രൂപയാണ് നമുക്ക് ഇന്നത്തെ വില ആണോ? 68 രൂപയ്ക്കാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പൈസ അല്ല, നമ്മളിവിടെ കിട്ടുന്നതിന് എത്രയോ ഇരട്ടി പൈസക്കാണ്. അതുകൊണ്ട് സർക്കാർ വരെ കൊടുക്കില്ലേ? വിദേശ നാട്ടിൽ സ്വീകരിക്കുക, കറക്റ്റ് ചെയ്യാനുള്ള വലിയ സപ്പോർട്ടാണ് സർക്കാർ കൊടുക്കുക. കാരണം എന്താ, വലിയ പൈസ ഇവിടെ എത്തുന്നത്. നിങ്ങൾ കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് നിങ്ങൾ ബ്ലോഗ് ചെയ്താൽ ടോപ്പ് 10 ബ്ലോഗേഴ്സ് ഇന്ത്യ അമിത് അഗർവാൾ ഇത്ര പൈസ 30 ലക്ഷം രൂപയാണ്. അമിത് അഗർവാള് ഒരു മാസം ഉണ്ടാക്കുന്ന പൈസയാണ്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത തമാശ എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് വെക്കാനുള്ള സ്ഥലം, ഇരിക്കാനുള്ള ചെയർ, കണക്ട് ചെയ്യാൻ ആവശ്യത്തിൽ കൂടുതൽ ആര് തരുന്നത്? ഈ എം ബി ആയിട്ടുള്ളത് GB ആയിട്ട് തരുന്നില്ല, കുറച്ചും MB ആയിട്ടുള്ളത് ഇന്ന് GB ആയിട്ട് ആവശ്യത്തിൽ കൂടുതൽ തരുന്നില്ലേ? ഇതാ ഇത്തരം സ്പേസിൽ നിങ്ങൾക്ക് പണിയെടുക്കാതെ എന്നാൽ വലിയ ഷോപ്പ് ഇടണം, അതും വേണ്ട. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾക്ക് ചെയ്യാം ബ്ലോഗ് ചെയ്താൽ. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികളാണ് ഇത് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇത് ഫൈസൽ ഫാറൂഖ് 2 മില്യൺ മുതൽ 3 മില്യൺ വരെയാണ്. ഇത് അമിത് ഭവാൻ. ഇങ്ങനെ അനവധി അവസരങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ബ്ലോഗ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് യൂട്യൂബ്. യൂട്യൂബ് നമുക്ക് ചെയ്യുന്നതാണോ? തട്ടിക്കളിക്കുന്ന സാധനമാണോ യൂട്യൂബ്? അല്ല, കോടികൾ ടേൺ ഓവർ ഉള്ള കമ്പനിയാണ് അതൊക്കെ യൂട്യൂബ് തന്നെ ആണോ? അതേപോലെ തന്നെ അവരെ ബിസിനസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട്. അവർ ആൾക്കാർക്ക് പൈസ കൊടുക്കും. ബ്ലോഗ് നമ്മൾ കണ്ടു, ബ്ലോഗിന് പൈസ കിട്ടും. വെബ്സൈറ്റിലുള്ള ആൾക്കാർക്ക് വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. ഇതിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പൈസ മേടിക്കാം. അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. ഈ വാക്ക് കേട്ട ആൾക്കാർക്ക് കൈകൊടുക്കുക. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എവിടെ നിങ്ങൾ കേട്ടത് ഈ വാക്ക്? ഇന്റർനെറ്റ് കേട്ടു. വേറെ എവിടെയും കേട്ട ആൾക്കാരുണ്ടോ? എവിടെ കേട്ടേ? അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് വളരെ സിമ്പിൾ ആണ്. ഇപ്പം സാമ്പത്തിക ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത് ഇനി വരുന്ന 5 കൊല്ലം അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിന്റെ കാലഘട്ടം പറയുന്നത്. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് നമ്മളിവിടെ കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിലൂടെ. നമുക്കറിയാത്ത ആൾക്കാരും വാട്സപ്പിൽ നിന്ന് കാണാറില്ലേ? എന്താണ് നൈക്കിന്റെ ഷൂ 20% ഡിസ്കൗണ്ടില് അല്ലെ? ആമസോണില് എന്താണ് ലാപ്ടോപ്പ് 10,000 രൂപ കാണാറില്ലേ? വാട്സപ്പിൽ ഇങ്ങനെ ലിങ്ക് വരുന്നത്, ഫേസ്ബുക്കിൽ ലിങ്ക് വരുന്നത് കാണാറില്ലേ? നമ്മളെന്താ കൂട്ടുകാരൻ അങ്ങനത്തെ വർത്തമാനം എങ്ങനെ അയക്കുന്നില്ല? ഏതോ ആൾക്കാർ ആമസോണിൽ ലിങ്ക് ഇവരെ അയക്കുന്നത് നമ്മൾ ചിന്തിക്കാറുന്നില്ലേ? എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നിന്നൊക്കെ കോടികളുടെ വരുമാനമാണ്. നമുക്ക് പരിചയപ്പെടാം. ഇത് കണ്ട നിങ്ങൾ, ഇത് ഫിറ്റാക്ട് ഐഡിയ കാണുന്ന നേരത്തെ കണ്ട ബ്ലോഗില് ആ ബ്ലോഗാണ്. ആ ബ്ലോഗിന്റെ ഈ സൈഡിൽ കണ്ടത് ആമസോണിന്റെ പരസ്യമാണ്. ഈ പരസ്യം ഫിറ്റാക്ടിന്റെ ആൾക്കാർ ആമസോണിൽ കയറിയിട്ട് അവിടുന്ന് അഫിലിയേഷൻ ചെയ്ത് അവരെടുത്ത് എടുത്ത ലിങ്ക് ഇവിടെ കൊണ്ടേ വെച്ചാൽ ചെയ്ത് കണ്ടോ? ഈ ബ്ലോഗിൽ കയറി ഒരാൾ വെറുതെ നോക്കുമ്പോൾ ഇതിൽ കാണും വാച്ചിന് വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി ആമസോണിൽ ചെന്നിട്ടാണ് എന്താ ഓപ്പൺ ആവുന്നത്. ആമസോൺ ചെന്ന് വാച്ച് കണ്ട് കുഴപ്പമില്ല തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? അടുത്ത വില നോക്കുമ്പോൾ 1300 രൂപയുടെ വാച്ചാണ് 429 കൊടുത്താൽ മതി. ഇവിടെ നമ്മളെ മനസ്സിലാവുക. അപ്പൊ നമുക്ക് ആവശ്യം വരില്ലേ? എന്താണ് അനിയൻ 10ാമത്തെ എഴുതിക്കണം, ഒരു വാച്ച് ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെ ഫ്രണ്ടിന്റെ കല്യാണം ഒരു വാച്ച് കൊടുക്കണം. എന്റെ വാച്ച് പഴയതായി തുടങ്ങിയിട്ടുണ്ട്, വാച്ച് വാങ്ങിക്കണം 429 കൊടുക്കുള്ളൂ. നമ്മളത് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യും, ഓൺലൈനായിട്ട് ചെയ്യൂലേ? 4-5 ദിവസം കൊണ്ട് വാച്ച് വീട്ടിലെത്തും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണോ ഈ ലിങ്ക് ഇവിടെ കൊണ്ടുവച്ചത് കണ്ട നിങ്ങൾ, ഇയാൾ
ഇയാൾക്ക് നമ്മൾ വാച്ച് വാങ്ങിച്ചു എന്നുള്ള പേരിൽ ഇയാൾക്ക് കിട്ടുന്ന ലാഭത്തിൽ അറിയോ 12% പ്രോഫിറ്റ് ആണ് ആര് കൊടുക്കുക? ആമസോൺ കൊടുക്കുക. വിശ്വസിക്കുന്നത് വാച്ചിന്റെ ലിങ്ക് കൂടെ എടുത്ത് കൊണ്ടേച്ച ആൾക്ക് കൊടുക്കുന്ന ലാഭം പ്രോഫിറ്റ് എത്ര അറിയോ? 12%. ആ കൊണ്ടേ വെച്ച ആള് എന്നിട്ട് വാച്ച് ചെയ്തതിൽ കണ്ടുകൊടുത്തു കൊടുക്കുന്നത്. ഇതതിന്റെ പ്രത്യേകത. നമ്മൾ ഇത്രയും കാലം പിന്നെ സാധനങ്ങൾ നമ്മൾ ചിന്തിച്ചെന്താണ്? ആമസോണിൽ ഇതിനൊക്കെ സാധനം വാങ്ങിക്കുക, ഫ്ലിപ്കാർട്ടിൽ നിന്നും അല്ലെങ്കിൽ ഇതിനൊക്കെ സാധനം വാങ്ങിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്? എന്തിനാ നമ്മൾ ഓൺലൈനായി സാധനം വാങ്ങിക്കുന്നത്? ലാഭം കിട്ടാനല്ലേ, ഡിസ്കൗണ്ട് കിട്ടൂലേ? എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നത് എന്നാ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഈ ഇ-കൊമേഴ്സ് കമ്പനികളിൽ 5 പൈസയുടെ സാധനം വാങ്ങിക്കണം. നിങ്ങൾ 1 രൂപയുടെ സാധനം പോലും വാങ്ങിക്കാതെ നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാനുള്ള അവസരമാണ്. അതാണ് ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് തരും. നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വിഷയങ്ങൾ നമ്മൾ ടച്ച് ചെയ്ത് പോവാണ്. അപ്പൊ ഇതിലൊക്കെ ആൾക്കാരാണ് നമ്മൾ. ഇതൊക്കെ നമ്മൾ ദിവസം കാണാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വെറുതെ ക്ലിക്ക് അടിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കും. സാധനം വാങ്ങിക്കൂലേ? ലാപ്ടോപ്പ് 10,000 രൂപ നമ്മൾ കയറി ലാപ്ടോപ്പ് കിട്ടി നമ്മൾ വാങ്ങിക്കൂലേ? 10,000 രൂപയുള്ളൂ അല്ലേ? സാംസങ്ങിന്റെ ഫോണിന് ഡിസ്കൗണ്ട് നമ്മൾ വാങ്ങിക്കൂലേ? ഷൂ ഡിസ്കൗണ്ട് വാങ്ങിക്കൂലേ? ഇതൊക്കെ വാങ്ങിക്കും. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാണ്? നല്ല വരുമാനമാണ് കിട്ടുന്നത്. ഇത് തടി കുറക്കാനുള്ള മരുന്നാണ്. ഫാറ്റ് ബോണിംഗ് സൂപ്പാണ്. അതിനാണ് നിങ്ങൾ ഫിറ്റാക്കിന്റെ ഡൊമൈനും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. യാത്രയോട് നോക്കിയിട്ടില്ലേ? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, റൂം ബുക്ക് ചെയ്യാനൊക്കെ അല്ലേ? നമ്മുടെ അമ്മാവൻ ഗൾഫിലാണ്. ഒരു ലിങ്ക് അയച്ചു കൊടുത്താൽ മതി അമ്മാവനെ. അമ്മാവനാണോ യാത്ര എടുക്കും, അടുത്ത വീട്ടിലേക്ക് പോവാ, ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാലോ അമ്മാവനോട് കമ്മീഷൻ എടുക്കാൻ പറ്റുമോ? അമ്മാവനല്ലേ കമ്മീഷൻ തരുമോ? പോകാൻ പറയില്ലേ? നിങ്ങൾക്ക് അമ്മാവനോട് ചോദിക്കേണ്ട. ആരും യാത്ര കൊടുക്കും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് തരും കമ്മീഷനായിട്ട്. പോരെ? അങ്ങനെ 100 ആൾക്കാരെ വോളറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 10 ആൾക്കാരെ ടിക്കറ്റ് എടുത്താൽ ഉറുപ്പ് എത്രയായി? ആയില്ലേ? നല്ലൊരു വരുമാനമായോ? നമ്മൾ തിരിച്ചെടുത്തോ? നമ്മൾ നേരത്തെ കണ്ട വാച്ച് ഇല്ലേ, കളർ പോയി, നടക്കുന്നില്ല, വെള്ളം കയറി, ആരന്വേഷിച്ചു വരില്ല? അപ്ലൈ ചെയ്ത ആളെ അന്വേഷിച്ചു വരുമോ? അവരെടുക്കാൻ പോവാ കമ്പനിയുടെ സർവീസ് സെന്റർ പോലെ. സാംസങ്ങിൽ ഫോണ വാങ്ങിയിട്ട് സാംസങ് സർവീസ് സെന്ററിലേക്ക് വരുമ്പോഴും നമ്മൾ അന്വേഷിച്ചു വരില്ല. ഇതിനെക്കാട്ടി റിസ്കില്ലാതെ പണിയുണ്ടോ? ഉണ്ടോ? നമ്മൾ നോക്കുക. ഇതൊന്നുമല്ല. ഇനിയും അനവധി അവസരങ്ങളെ വിഷയത്തിൽ സംസാരിക്കാണ്ട് 3.5 മണിക്കൂർ സെമിനാറാണ് ഉണ്ടായത്. അതാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കാം, നിങ്ങളെ ശ്രദ്ധ ഉണ്ടാവണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയെ കുറിച്ചുള്ള കാര്യമാണ്. ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫിറ്റാക്ട് IT ക്ലബിൽ നിങ്ങൾ മെമ്പർ ആയി കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഈ വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ലെവലിലേക്ക് നിങ്ങൾക്ക് ആ ഒരു കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾക്ക് മാറാം. ഫുൾ അസിസ്റ്റന്റോടെ ഞാൻ പറഞ്ഞു, നമുക്ക് അറിയാത്തൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് മുന്നോട്ട് കാര്യം നോക്കാൻ പേടിയായി. കാരണം പറയാൻ ആൾക്കാർ കുറച്ചു പോയാലേ കുറച്ചു പോകുമ്പോൾ പേടിയായില്ല. ഇവിടുന്ന് ആൾ ബോംബെക്ക് പോവാണ്. ബോംബെ എന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലമായിരിക്കാം. പക്ഷെ ബോംബെക്ക് പോകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല, വഴി അറിയില്ല. കാറിൽ പോകുമ്പോൾ ഈസിയാണോ? ട്രെയിനിൽ പോകുന്നത് ഈസിയാണോ? ഫ്ലൈറ്റ് പോകുന്നത് ഈസിയുണ്ടോ? കാറിൽ പോകുമ്പോ അപ്പൊ നമുക്ക് എല്ലാവർക്കും പറയാം കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു തരാൻ ആളുണ്ടെങ്കിൽ നമുക്ക് പോയിക്കൂടെ? അതാണ് ഫിറ്റാക്ടിന്റെ പ്രത്യേകത. ഈ വിഷയത്തിൽ IT-യുടെ വിഷയത്തിൽ കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും ഫിറ്റാക്ടിന്. കാരണം ഇത് തരാനുള്ള ഒരു കാരണം IT-യിൽ നിങ്ങളെ ഏബിൾ ആക്കുക, IT-യിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫിറ്റാക്ടിന്റെ ലക്ഷ്യം. കാരണം അങ്ങനത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന അങ്ങനെ പൈസ ഉണ്ടാക്കുകയാണ്. പൈസ ഉണ്ടാക്കുന്ന അങ്ങനെ ചൂണ്ടി കാണിച്ചെടുത്താ ഇയാൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പരിപാടി നടക്കണം. തുടങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളോട് ചോദിച്ച പോലെ തന്നെ ആർക്കെങ്കിലും ഗൂഗിളിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ? ആദ്യം കഴിവില്ല. പിന്നെ ഒരാൾ ഇരിക്കുന്നു, തൊപ്പിട്ട ഒരാൾ ഉസ്താദ് ഇരിക്കുന്നു. സാർ ഞാൻ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയും ചോദിച്ചു? 2 ലക്ഷം രൂപ. ഒരു ഉസ്താദാണ് 2 ലക്ഷം രൂപ. അല്ല ഇവിടെ ഇരിക്കുന്നു. എനിക്ക് പിന്നെ ഒരു മണി ചൂണ്ടി കാണിച്ചു കൊടുത്തത് അല്ലേ ഉസ്താദേ? അതെ. കാരണം ഉണ്ടാക്കുന്ന ആൾക്കാരെ പിന്നെ പച്ചക്ക് കാണുന്നേ. ഇത് നമ്മൾ പറയുന്നത് എന്തൊക്കെയാ പറയണല്ലേ? ഇത് കോടികളെ കണക്കൊക്കെ എന്തെങ്കിലും പറയുന്നത് അവരൊക്കെ ഉണ്ടാക്കിയാൽ ബദലാക്കിയിരിക്കാണ്. അവരൊക്കെ ഉണ്ടാക്കിയാൽ ഇതിങ്ങനെ പറഞ്ഞു നടക്കണോ? പറഞ്ഞു നടക്കണോ? അതെ, അതും ബിസിനസ് ആണോ അല്ലേ? എഞ്ചിനീയറിംഗ് പഠിച്ച എല്ലാവർക്കും എഞ്ചിനീയറിംഗ് ജോലി ചെയ്യാം. പഠിപ്പിക്കാൻ ആൾക്കാരില്ലേ? സ്ഥാപനങ്ങൾക്കില്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇതിലൊക്കെ സാധ്യതകളുണ്ട്. ഏതിനും സാധ്യതകളുണ്ട്. ഇതൊക്കെ പഠിക്കാനുള്ള അവസരം ഞങ്ങൾ തരുന്നുണ്ട്. അവിടെ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ വിഷയത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തനാക്കുക. ഈ വിഷയം ചെയ്യാൻ വേണ്ടിയിട്ട്, കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത വിഷയം നമ്മൾ സംസാരിക്കുകയാണ്. എന്താണ് അടുത്ത നമ്മൾ സംസാരിക്കുന്നത്? ഇ-കൊമേഴ്സ് കമ്പനിയാണ്. എന്താണ് ഇ-കൊമേഴ്സ് കമ്പനി പറഞ്ഞാലേ? കുറച്ച് മുന്നേയൊക്കെ സൂപ്പർ മാർക്കറ്റുകളുടെ കാലഘട്ടത്തില്ലേ? കുറെ സൂപ്പർ മാർക്കറ്റ് 50 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷം മുടക്കിയിട്ട് ഹൈപ്പർ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ആ ലൊക്കേഷനിൽ ബിസിനസ് മാത്രമേ കിട്ടുള്ളൂ. ആണോ അല്ലേ? പക്ഷെ ഇ-കൊമേഴ്സ് കമ്പനിയുടെ പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ ഇ-കൊമേഴ്സ് കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. കുറച്ച് സമയം എടുക്കുള്ളൂ. വേൾഡ്
വൈഡായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ ഫോക്കസ് മാൾ സ്ഥാപനത്തിന് സാധനം വാങ്ങിക്കാൻ വേണ്ടി തിരുവനന്തപുരം ആൾക്കാർ വരുമോ? ഇല്ല, തിരുവനന്തപുരത്ത് അതേപോലത്തെ വേറെ കടകളുണ്ട് ആണോ? പക്ഷെ ഇ കോമേഴ്സ് കമ്പനി എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആണ്. എവിടുന്നും സീസൺ ഒരു പ്രശ്നമല്ല. ഇവിടെ ഓണോ പെരുന്നാളോ ക്രിസ്മസ് വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് അടിപൊളി സീസൺ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് സീസൺ ആണെന്ന് പറയാം ആണോ? പക്ഷെ ഇ കോമേഴ്സ് കമ്പനിക്ക് അങ്ങനെയല്ല. ഇവിടെ ഓണം കഴിയുമ്പോൾ അവിടെ പൊങ്കൽ തുടങ്ങിയിട്ടുണ്ടാവും ആണോ? അപ്പുറത്ത് ഹോളി തുടങ്ങിയിട്ടുണ്ടാവും ആണോ? സീസൺ ഒരു പ്രശ്നമാണോ? ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല ബിസിനസ് ആണ് നടക്കുക. ഇ കോമേഴ്സ് കമ്പനി തുടങ്ങാൻ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റോക്ക് തുടങ്ങാൻ നമ്മൾ വലിയ റിസ്ക് ഉണ്ട്. പക്ഷേ ഇ കോമേഴ്സ് കമ്പനി തുടങ്ങാൻ 25,000 50,000 മുടക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇ കോമേഴ്സ് കമ്പനി തുടങ്ങാം അല്ലേ? ഇ കോമേഴ്സ് കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരുപാട് കമ്പനികളുണ്ട് അല്ലേ? ഏതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓടി വരാം? ആമസോൺ ഓടി വരും, പിന്നെ ഫ്ലിപ്കാർട്ട് ഓടി വരും, ഈബേ, സ്നാപ്ഡീൽ, പിന്നെ ഒരുപാട് കമ്പനി ഉണ്ട് അല്ലേ? ഈ കമ്പനികളൊക്കെ നമ്മളെ പേര് ചിന്തിക്കുന്നില്ലേ? എന്താ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇ കോമേഴ്സ് കമ്പനിയിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ മാത്രമല്ല വിൽക്കാൻ പറ്റും. തൃശ്ശൂരിൽ ആമസോണിൽ അറിയാലോ? ആമസോണിൽ ചാണകപ്പൊടി വിൽക്കുന്ന ആരാണ്? ഓൾ ഇന്ത്യ ലെവലിൽ ചാണകപ്പൊടി വിൽക്കുന്നത് തൃശ്ശൂരുകാരൻ്റെ അച്ഛനാണ്. ചാണകപ്പൊടി ഇന്റർനെറ്റിൽ ഓൺലൈനായിട്ട് ഇ കോമേഴ്സ് കമ്പനിയിൽ ആമസോണിൽ വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിൽക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ടാൽ നിങ്ങൾ ആമസോണിന്റെ വിറ്റുവരവ് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ പത്രത്തിൽ പറഞ്ഞ 2 മാസം മുന്നേ പേപ്പറിൽ വന്നൊരു വാർത്ത എന്തായോ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലിപ്കാർട്ടിൽ ബാംഗ്ലൂർ കമ്പനിയാണ്, ഇന്ത്യ കമ്പനിയാണ്. ഇവര് പുറത്തുള്ള വാർത്ത 24 മണിക്കൂറിനുള്ളിൽ ഇവർ ക്രിയേറ്റ് ചെയ്ത സെയിൽ എത്ര? 1400 കോടി രൂപയുടെ ടേൺ ഓവറാണ് 24 മണിക്കൂറിനുള്ളിൽ ഇവർ ക്രിയേറ്റ് ചെയ്തത്. കുറച്ച് ദിവസം മുന്നേ അതിനുശേഷം ആലിബാബ പുറത്തു വിട്ടു. എത്ര അറിയോ? അതിനേക്കാളും വ്യത്യസ്തമാക്കിയാണ് ഇവർ പുറത്തിട്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ചെറിയ എമൗണ്ടിന്റെ കച്ചവടം അല്ല ആണോ? വലിയ എമൗണ്ടുകളുടെ കച്ചവടമാണ് ഇവർക്ക് കിട്ടുന്നത്. കാരണം ഇന്ന് കുറച്ച് മുന്നേക്ക് ഇവർ പുറത്തു വിടുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് മുന്നേക്കുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് നമ്മളിങ്ങനെ സൈഡിൽ പോകണം അല്ലെ? റേഞ്ച് പിടിച്ചിങ്ങനെ പോകണം അല്ലെ? എന്നാലും റേഞ്ച് കിട്ടൂലേ? ഇന്ന് 4G കാലഘട്ടം ആണോ? മുന്നേ 3G 4G ആണ്, ഹൈസ്പീഡാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്റർനെറ്റിൽ ബിസിനസ് നോക്കിയാൽ ഇനി തടച്ചു വരാൻ പോവാണ്. അതിന്റെ ടൈമാണ്. നമ്മൾ പറഞ്ഞു ജിയോ വിപ്ലവം നടത്തിയില്ലേ? അംബാനി എന്തായാലും കൂടെ പറയും മനുഷ്യപ്പെട്ടുള്ള ആളാന്ന് പറയില്ലേ? വലിയ മാറ്റത്തിന് അംബാനി നടത്തി. എന്തിനാ അംബാനി മാറ്റം വെച്ചത്? എന്തിനാ ജിയോ നമുക്ക് തന്നത് ഫ്രീ ആയിട്ട്? എന്തിനായിരുന്നു? പിന്നീട് അവർക്ക് ഈ ആൾക്കാരൊക്കെ കിട്ടാൻ വേണ്ടി എന്നല്ലേ നമ്മൾ ചിന്തിച്ചത്? അത് മാത്രമല്ല, അതിനേക്കാളും വലിയ സംഭവമാണ് അവർ ചെയ്തത്. കാരണം ഈ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഏതറിയോ? ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ. ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനസംഖ്യയില്ലേ? ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ ചൈനയാണ്. അങ്ങോട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഒരെടുക്കോ സാധനങ്ങൾ ഒന്നും എടുക്കില്ല. കാരണം അവരെല്ലാം ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് തരുന്ന ആൾക്കാരാണ് ആണോ? നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാം സ്വീകരിക്കും അല്ലേ? നമ്മൾ പറയാൻ ഇവിടെ ജപ്പാന്റെ സാധനം കൊടുത്തേക്കാണ്. ജപ്പാനാണ് അടിപൊളി സാധനമായിരിക്കും അല്ലേ? ജർമ്മനി ഇപ്പൊ അടിപൊളി, ജപ്പാൻ എല്ലാം അടിപൊളിയാണ് അല്ലേ? ചൈനയുടെ സാധനമായോ? ഇപ്പൊ നമുക്ക് ഒഴിവാക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ. ഏതെങ്കിലും ഒഴിവാക്കാനുണ്ടോ? അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് പ്രശ്നം എന്തായാലും ഇവിടെ കുറച്ച് മുന്നേ വരെ നെറ്റ്വർക്ക് കുറവായിരുന്നു. സിറ്റികളിൽ മാത്രമേ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളൂ. ഇ കോമേഴ്സ് കമ്പനികൾക്ക് ഇവിടെ വരണമെങ്കിൽ ഇന്റർനെറ്റ് വേണം വേണ്ടേ? ഇപ്പൊ ജിയോ വന്ന് വലിയൊരു മാറ്റം വരുത്തി കൊടുത്തു. എന്താ പറയുക? അവർക്ക് ബേസ് ആണ് ഇട്ട് കൊടുത്തു. ഇനി ഇവരെ കാലഘട്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ആ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് സാധനം വാങ്ങിക്കാൻ മാത്രമല്ല വിൽക്കാനും പറ്റുമെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മാറി കഴിഞ്ഞാൽ ഇന്റർനെറ്റില് നമ്മൾ എന്തൊക്കെ ചാണകപ്പൊടി പറഞ്ഞില്ലേ? മീൻ കച്ചവടം ഇന്റർനെറ്റിലായി എങ്ങനെ ഉണ്ടായിരിക്കും? മീൻ കച്ചവടം വിശ്വാസമുണ്ട് നിങ്ങൾക്ക്? മീൻ കച്ചവടം ഇന്റർനെറ്റിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിങ്ങൾ ഇത് തിരുവനന്തപുരത്തുകാരി ഇല്ലിക്കുട്ടി ചേച്ചിയുടെ മീൻ കച്ചവടമാണ് നിങ്ങൾ കാണുന്നത്. ഫ്രഷ് ഹോം ഹസ്ബൻഡ് മീൻ കച്ചവടമാണ്. കച്ചവടം മോശമായപ്പോ ചേച്ചി ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്തു ഇന്റർനെറ്റ് ഓൺലൈൻ വഴി. 5000 കിലോ ഫിഷ് ആണ് സപ്ലൈ ചെയ്യുന്നത് ബാംഗ്ലൂർ, കൊച്ചി, ഡൽഹി, ട്രിവാൻഡ്രം, മൈസൂർ. ഏറ്റവും വലിയ ഫിറ്റ് എന്താണ്? മീൻ കച്ചവടം തുടങ്ങാൻ തന്നെ അവർക്ക് പേടിയല്ല ആണോ? നേരിട്ട് തുടങ്ങാൻ തന്നെ പേടിയാണ്. കാരണം ഇതിനൊരു ടൈമായിട്ട് കഴിഞ്ഞാൽ വേറെ അവസ്ഥയാണ് ആണോ? എന്നാൽ നിങ്ങൾ കാണുന്ന ഒരു അവസ്ഥ എന്താണോ? 2-3 മാസം മുന്നേ പേപ്പറിൽ വന്ന വാർത്ത എന്താണോ? മനോരമയിൽ വന്ന വാർത്തയാണ്. ഫേസ്ബുക്കിന്റെ പാർട്ണറും ഗൂഗിളിന്റെ പാർട്ണറും കൂടെ ലില്ലിക്കുട്ടി ചേച്ചിയുടെ മീൻ കച്ചവടത്തിൽ കുറച്ച് പൈസ ഇറക്കി കൊടുത്തു. എന്താണോ? 62 കോടി രൂപ. തിരുവനന്തപുരത്തുകാർ ലില്ലിക്കുട്ടി ചേച്ചിയുടെ തലയിൽ വെച്ച ഒരു ആശയാണ് ഹസ്ബൻഡിന്റെ കച്ചവടം ഇന്റർനെറ്റിലൂടെ ചെയ്താലോ. അത് എവിടെ എത്തി? 62 കോടി രൂപയാണ് ആരെ ഇറക്കി കൊടുത്തത്?
ഫേസ്ബുക്കിന്റെ പാർട്ട്നേഴ്സും ഗൂഗിളിന്റെ പാർട്ട്നേഴ്സും രണ്ട് ടീം വന്നിട്ട് ഇറക്കി കൊടുത്ത് നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നല്ല ടെക്നോളജി, നല്ല ആശയം, നമ്മൾ നല്ല ടെക്നോളജിനെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ആശയം, ആ ആശയം നമ്മൾ നല്ല ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഉയരത്തിലെത്താം. കാരണം ഇപ്പൊ അതിന്റെ കാലഘട്ടം. ടെക്നോളജിയിൽ ആൾക്കാരെ കയറി പോകാൻ പറ്റുക ആണോ? ടെക്നോളജി ഇല്ലാതെ നമ്മൾ മാനുവലായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും നമ്മൾ ഒരു ഇട്ടാവട്ടം എന്ന് പറയില്ല നമ്മുടെ നാട്ടിൽ, ആ ഒരു ചെറിയൊരു ലൊക്കാലിറ്റിയിൽ നമ്മൾ ബിസിനസ് ചെയ്തെത്തിക്കേണ്ടി വരും. ആ ഒരു അതിനപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ടെക്നോളജി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതറ്റം വരെ പോവാം. ഇത് പറയുമ്പോൾ ഞങ്ങൾ ഇതേപോലെ സെമിനാർ നടക്കുന്ന സമയത്ത് രണ്ടാൾക്കാർ ഇവിടെ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുക. ഈ വിഷയം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടായോ എനിക്ക് അറിയില്ല, ചെറിയ പ്രശ്നമുണ്ടോ? ഒന്നില്ല, സാറ് പറഞ്ഞു ഇനി പറഞ്ഞു ഇതിന് ചിരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ചിരിച്ചൂടെ? അല്ല അതിൽ ഒന്നുമില്ല. അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മീൻകച്ചവടം ഞങ്ങൾക്ക് ഇതാണ് പറയുന്നത്. ഏത് പണി മീൻകച്ചവടമാണോ? മീൻകച്ചവടമാണ്. പക്ഷെ അത് മീൻകച്ചവടം ഈ മീൻകച്ചവടം ഏതാ ഇന്റർനെറ്റിൽ മീൻകച്ചവടം. വിശ്വസിച്ച് എവിടുത്തെ ആൾക്കാരോ കോഴിക്കോട് സിറ്റിയിൽ ഇന്റർനെറ്റിലൂടെ മീൻകച്ചവടം നടത്തുന്ന ഫിഷ് കാർഡ് എന്ന ടീമുണ്ട്. മുസ്തഫ ഒഴുകൂര്, 24 വയസ്സാണ്. ഇന്റർനെറ്റിൽ മീൻകച്ചവടം നമ്മൾ പറയുന്നതിന് മുന്നേ അവൻ വേറെ സൈഡ് തുടങ്ങിയിട്ടുണ്ട്. ചില ആൾക്കാർ നിങ്ങൾ പറഞ്ഞിടപെടൽ എങ്ങനെ കണ്ടു? അല്ല ഇത് ഞങ്ങൾ പറഞ്ഞാണോ? ഞങ്ങളാണോ ഈ വിഷയം കുറിച്ച് ആണോ? അല്ല, അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ആളെന്ത് ഈ വിഷയം പറയുന്നത്. നല്ല എക്സാമ്പിളായി ഇന്ന് ആള് പലപ്പോഴും ഞങ്ങൾ ഓഫീസിൽ വരാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം ഒരു 3-4 ആഴ്ച മുന്നേ വിളിച്ച് പറയുന്നത് ഇന്ന് നമ്മുടെ കണക്റ്റനായി നമ്മുടെ ബിസിനസ് ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മീൻ കച്ചവടം മാത്രമേ ഉള്ളൂ, നമ്മുടെ സാമ്പാർ പണി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളാണ് എത്തിച്ചുകൊടുത്തൂടെ. ഇന്നിങ്ങനെ പേര് ഒരു അടുക്കളയോടൊപ്പം പേരിട്ടൂടെ. കഴിഞ്ഞ ആഴ്ച അവൻ അവിടെ നിന്ന് ഓഫീസിലെ ടെക്നീഷ്യൻ എടുത്തിരുന്നത് ഇങ്ങനെ പണി എടുക്കുന്നത് ചെന്ത പരിപാടി. അത് നിങ്ങൾ പറയേ അടുക്കളയോടൊപ്പം ആ പരിപാടി തുടങ്ങി. ഞാനൊരു വാക്ക് വെറുതെ പറഞ്ഞ അങ്ങനെ പറഞ്ഞില്ല. ഇത് തുടങ്ങി നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെക്നോളജി ഉണ്ടെങ്കിൽ എവിടെയും കയറി പോവാം. അപ്പൊ നമ്മൾ ഇതിന്റെ ആൾക്കാരായി മാറാം. നമ്മൾ പറഞ്ഞു ഇത്തരം ആൾക്കാരെ നിന്നും കുറച്ച് ആൾക്കാരെ മാത്രമേ ടെക്നോളജിന്റെ കൊടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ മാനുവൽ പഠിക്കാം. എന്താ പണി? IT പഠിച്ചു, പക്ഷെ ഓട്ടോ ഓടിക്കുക. IT പഠിച്ചു, ബസ്സിൽ കയറാ. IT കിട്ടാത്തതാണോ? കാരണം നമ്മൾ കണ്ട IT എന്താണ്? ചെറുതാണ് അല്ലേ? ഇങ്ങനെയാണോ അപ്പൊ IT നിങ്ങൾ ഇത്രയും ചെറുതാണോ IT? അല്ല അല്ലേ? നമ്മളിവിടെ കുറച്ച് ബാംഗ്ലൂരൊക്കെ പോയിട്ട് കാണാൻ IT കമ്പനി കാണാൻ ബാംഗ്ലൂരൊക്കെ പോകല്ലേ ആണോ? അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കാണ് IT എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങോട്ട് മാറി ഇനി നമുക്ക് പരിചയമുള്ള അനവധി അവസരങ്ങളാണ് ഇതിലൂടെ ഉള്ളത്. ഇത് കേരള സർക്കാരിന്റെ e-commerce കമ്പനിയാണ്. ഇതിലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വീട്ടിൽ ഉമ്മ അച്ചാർ ഉണ്ടാക്കിയിട്ട് അത് അങ്ങോട്ടും തട്ടി കളിക്കാൻ ചെയ്യല്ലേ. എന്നാൽ നിങ്ങൾ ഇതിന് മാർക്കറ്റിന്റെ നല്ല വില കിട്ടും ആണോ? ഇതിനൊക്കെ സാധ്യതകളുണ്ട്. ഇങ്ങോട്ട് മാറി ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കണ്ടേ. അടുത്ത ഒരു വിഷയം കൂടെ ഞാൻ ഷോർട്ടായി പറയണേ. അതേപോലെ നമുക്ക് വൈഡപ്പ് ചെയ്യാം. നമുക്ക് എല്ലാവരും പറയാം ഫേസ്ബുക്ക് നിങ്ങൾക്ക് എല്ലാവരും പറയാനേ. നമ്മളൊക്കെ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തിനാണ് ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? എന്തിനാ ഉപയോഗിക്കുന്നത്? പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. എന്താ പോസ്റ്റ് ചെയ്യുന്നത്? കുറെ സെൽഫികൾ സെൽഫികളുടെ കാലഘട്ടല്ലേ. പിന്നെ വേറെ പരിപാടികളാണ് മോഡിയിൽ എന്താ പറയാ പിണറായിന്റെ വെള്ളം പഠിപ്പിക്കുക അല്ലെ. കുറെ പരിപാടികളൊന്നും ചെയ്തു. പിന്നെ കുറച്ച് ആൾക്കാർക്ക് പുണ്യം നേടുന്ന ആൾക്കാരൊക്കെ ആണോ? ഭയങ്കര പുണ്യം നേടലാണ് അല്ലെ. ആളുകളെ സഹായിക്കും. ഒക്കെ പോസ്റ്റിംഗ് ആണ് പരിപാടികളുള്ളത്. അതുകൊണ്ട് ഒരുപാട് ലൈക്ക് അടിച്ചാൽ സഹായിക്കുക. ഇങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട്. എന്നാ ഈ ഫേസ്ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമുക്ക് എല്ലാവർക്കും പറയാം നമ്മൾ ഉപയോഗിക്കുന്നത് കുറെ ലൈക്കും ഷെയറും കിട്ടും കാണാനും വാർത്തകൾ അറിയാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സാധനം നമ്മുടെ അക്കൗണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാവർക്കും ഇല്ലേ? ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. നമുക്കത് 5000 ആൾക്കാരെ ഉൾപ്പെടുത്താം. എന്നാൽ ഫേസ്ബുക്ക് പേജ് എന്നുള്ള സാധനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഷോർട്ടാക്കാണ്. ഇതിൽ ഒരുപാട് പൈസ കിട്ടുന്ന മാർഗങ്ങൾ പറയാണ്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. ഫേസ്ബുക്ക് പേജുള്ള ആൾക്കാരെ ഫേസ്ബുക്ക് സ്വന്തമായിട്ട് ഫേസ്ബുക്ക് പേജ് കണ്ടിട്ടുള്ള ആൾക്കാരില്ലേ? ഫേസ്ബുക്ക് പേജ് കണ്ടിട്ടില്ലേ? ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾ ഫേസ്ബുക്ക് പേജിൽ കൊടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് പേജിനെ വെക്കാനായാലും 5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരെ ഇനിയും കൊള്ളിക്കാൻ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ 5000 ആൾക്കാരെ കൊള്ളിക്കുന്നുള്ളൂ. അപ്പൊ 5 ലക്ഷം കൊള്ളിക്കാൻ പറ്റുന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വേണ്ട 1 ലക്ഷം ലൈക്കുള്ള ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെയിലി 5000 രൂപ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഉണ്ടാക്കാൻ. 1 ലക്ഷം ലൈക്കുള്ള ഫേസ്ബുക്ക് പേജിന് 5000 രൂപ ഡെയിലി നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഒരു മാസത്തിലായി 1.5 ലക്ഷം രൂപയിലെ
ഇതൊക്കെ പറയാൻ ഒരുപാട് ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം, അതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരും. താല്പര്യമുള്ള ഈ വിഷയങ്ങളൊക്കെ പഠിച്ചെടുക്കാം. ചെറിയ കാര്യങ്ങളാണല്ലേ. ഫേസ്ബുക്കിൽ ലൈക്ക് ഇടാൻ വലിയ പണിയാണോ? ലൈക്ക് ഇടാൻ വലിയ പണിയുണ്ടോ ഫേസ്ബുക്കിൽ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ പഠിക്കും, അതൊക്കെ പഠിപ്പിച്ചു തരും. ഇനി നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം കൂടെ പറയണം. അടുത്ത് നമ്മൾ സംസാരിക്കും എന്തൊക്കെ പറഞ്ഞു, യൂട്യൂബിലൂടെ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ. പിന്നെന്താ പറയുക, ബ്ലോഗ്, അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, ഇ കൊമേഴ്സ്, ഫേസ്ബുക്ക് പറഞ്ഞില്ലേ. ഇനിയും പറയണേ, ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി അടുത്ത സംസാരിക്കുകയാണ് IT കമ്പനികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞു കുറച്ച് മുന്നേ ബാംഗ്ലൂരൊക്കെ പോണ IT കമ്പനിയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ IT കമ്പനികളുണ്ട്. എവിടുന്ന IT കമ്പനിക്ക് വർക്ക് കിട്ടുന്നത്? ഔട്ട്സോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയാം. പുറത്തുള്ള രാജ്യങ്ങളിലെ വർക്ക് ചെയ്യാൻ ഇന്ത്യനെ പോലത്തെ രാജ്യങ്ങളിൽ വേണ്ടിയിട്ട് അവർ പബ്ലിഷ് ചെയ്യും. കാരണം അവിടെ മാൻ പവർ കുറവാണ്. മാൻ പവർ കുറവുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ മലപ്പുറം ജില്ലയിലുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരിക്കൽ തപ്പിയൊക്കെ മനസ്സിലാക്കാറോ, ലോകത്ത് 80 രാജ്യങ്ങളിൽ 80 കൺട്രീസിൽ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാരില്ല. വിശ്വസിക്കുന്നത് 80 രാജ്യങ്ങളിൽ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാരില്ലാതെ. അപ്പൊ എന്താ വെച്ചാൽ അവിടെ ആൾക്കാർ കുറവുള്ളതുകൊണ്ട് അവിടുത്തെ വർക്ക് എന്താണ്, ഇന്ത്യനെ പോലത്തെ രാജ്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യും. അവിടെ ഒരു മണിക്കൂർ, യൂറോപ്യൻ കൺട്രിയിൽ ഒരു മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിൽ $20 കൊടുക്കേണ്ടത്. ഒരു മണിക്കൂർ ഒരാൾ വർക്ക് ചെയ്യണമെങ്കിൽ ആ വർക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യുമ്പോൾ $8 കൊടുക്കുക. $8 വർക്ക് എന്ത് ചെയ്യുന്നത്, അവർ ഇവിടുത്തെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഉള്ളിൽ കയറിയിട്ട് ആ വർക്ക് എടുത്തിട്ട് നാട്ടുകാരൊക്കെ വിളിക്കും. വരിക എല്ലാവർക്കും IT കമ്പനിയിൽ ജോലി, നമ്മൾ പോയി വർക്ക് ചെയ്യും. നമുക്ക് തരുന്നത് 25,000 രൂപ സാലറി തരാന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് $2 നമുക്ക് കിട്ടിയിട്ടുള്ളത്. $8 അവരുടെ വർക്കിന് $2 നമുക്ക് തിരിച്ചു വന്നു. $2 $1 എത്രയായി? 68ആയില്ലേ? 60 വെച്ച് കിട്ടിയുള്ളൂ. 60 ഇൻറ്റു 2 എത്രയായി? 120ആയില്ലേ? 120 ഇൻറ്റു 8 മണിക്കൂർ വർക്ക് എത്രയായി? 900 ഏറ്റവും കുറഞ്ഞായില്ലേ? 900 ഇൻറ്റു 30 ദിവസം എത്രയായി? 27,000 രൂപ. ആയ കണക്ക് മനസ്സിലായോ? 27,000 രൂപ അവര് ഒരു മാസം ആൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ 4 ഞായറാഴ്ച പോട്ടെ 25,000 സാലറി തരാന്ന് പറയും. നമ്മൾ ഹാപ്പി ആയി. കാരണം IT കമ്പനിയാണ്, പ്രൊഫഷണൽ ആണ്, AC ആണ്, ലാപ്ടോപ്പ് ആണ്, ഭയങ്കര അടിപൊളിയായിരിക്കും. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ IT കമ്പനി നമുക്ക് വർക്ക് തരുമ്പോൾ ആ IT കമ്പനിക്കുള്ള ലാഭത്തിലാകും. $8 $2 ചെലവാക്കിയുള്ളൂ. ബാക്കി $6 $6. ഒരാൾ ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ ആ IT കമ്പനിക്ക് $6 ലാഭം, നമുക്ക് തരുന്നത് $2. എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു മാസം ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്താൽ ആ IT കമ്പനിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ലാഭം തരാം $1,00,000 ഏറ്റവും കുറഞ്ഞത്. ഒരു മാസം 100 സ്റ്റാഫ് വർക്ക് ചെയ്യുകയാണെങ്കിൽ IT കമ്പനിയുടെ പ്രോഫിറ്റ് തരാം $1 കോടി മേലെ ആയിരിക്കും. വിശ്വസിക്കുന്നത് ഇവർക്ക് എല്ലാവരും കൂടെ കൊടുക്കുന്നത് 25 ലക്ഷം. അത് കഴിഞ്ഞതിന്റെ ബാക്കിയാണ് എന്ത് $1 കോടി ബാലൻസ് വരിക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ വർക്ക് പറയുമ്പോൾ നമ്മുടെ IT കമ്പനിയുടെ കാര്യമില്ലേ, അല്ല. ഈ വർക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലിരുന്ന് വരയ്ക്കാം. വീട്ടിൽ നമുക്ക് ഈ പണികളൊക്കെ എടുക്കാം. അത് നമ്മൾ സംസാരിക്കാൻ മനസ്സിലാക്കുക. നിങ്ങൾ ഇത് അപ്വർക്ക് എന്നുള്ള സൈറ്റാണ്. ഈ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താം, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് ജെന്യൂൻ സൈറ്റാണ്. 40 ലക്ഷം ആളുകൾ വർക്ക് എടുക്കുന്ന സൈറ്റാണ്. 40 ഏതൊക്കെ വർക്ക് എടുക്കാം? നിങ്ങൾ ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സ് മുതൽ എക്സൽ എക്സ്പേർട്ട്, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, PHP ഡെവലപ്പേഴ്സ്, ഇങ്ങനെ ഏത് വർക്ക് നമുക്ക് ഇതിന് എടുക്കാം. വർക്ക് എടുക്കുകയാണെങ്കിൽ മെച്ചെന്താണ്, നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുത്താൽ മതി, ഒഴിവിന് ചെയ്തു കൊടുത്താൽ മതി. ബെഡ്റൂമിൽ നമ്മുടെ IT കമ്പനി സ്റ്റാർട്ട് ചെയ്യാതെ അതിനെക്കാൾ വലിയ സുഖം പരിപാടിയുണ്ടോ? ഇനി നമുക്ക് പരിചയപ്പെടാൻ ഗ്രാഫിക് ഡിസൈൻ ഫ്രീലാൻസേഴ്സ്. ഗ്രാഫിക് ഡിസൈൻ എന്നാണ് ഫോട്ടോഷോപ്പും ഓർഡറുള്ള പരിപാടിയല്ലേ. ഈ പരിപാടി കണ്ട നിങ്ങൾ മാത്സ് എന്നാണ് ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ കിട്ടുന്ന പൈസ തരാം $31 ഒരു മണിക്കൂറിന്. അപ്പൊ 8 മണിക്കൂർ പറഞ്ഞിട്ട് എത്ര കിട്ടും? ഇൻറ്റു 68 കുറിച്ചു. ഇതാണ് ഇതിന്റെ സാധ്യത. ഇത് ഇങ്ങോട്ട് മാറി എഴുതുകയാണെങ്കിൽ എക്സൽ ഫ്രീലാൻസർ, എക്സൽ സോഫ്റ്റ്വെയർ പരിചയം. എക്സലൊക്കെ ഇതെങ്കിലും മഹാലക്ഷ്മി $17 ഒരു മണിക്കൂർ ഇയാൾ വർക്ക് ചെയ്താൽ കിട്ടുക. നമ്മുടെ വീട്ടിൽ ചെയ്താൽ മതി, ഒഴിഞ്ഞ് ചെയ്ത് കൊടുത്താൽ മതി. ഡാറ്റ എൻട്രി വർക്ക് അല്ലെ, ഇംഗ്ലീഷ് വായിക്കാനും ടൈപ്പിക്കാനും അറിയുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ് അല്ലെ ഡാറ്റ എൻട്രി വർക്ക്. കാരണം നിങ്ങൾ ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാം. ഇതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളവിടെ ഡാറ്റ എൻട്രി വർക്ക് ഒരാളുകൾ വന്നിട്ടുണ്ടാവില്ലേ, ഡാറ്റ എൻട്രി വർക്ക് ഒക്കെ കൊടുക്കില്ല, ഇന്റർനെറ്റ് വർക്ക് അല്ലേ. ഡാറ്റ എൻട്രി വർക്കിന് നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പല ആൾക്കാരെ ഇന്റർനെറ്റിൽ വർക്ക് ചീറ്റിംഗ് ആണ്. കാരണം ഞങ്ങളോട് പൈസ വാങ്ങിച്ച് വേറെ ടീമിട്ടുണ്ട്. എത്ര ആൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്? 10 കൊല്ലം മുന്നേ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. 10 കൊല്ലം മുന്നേ അന്ന് 5,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ ഇതിനു വേണ്ടി കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വർക്കാണ്ട് തുടങ്ങി. ഒരാൾക്കാരെ വെച്ചിട്ട് വർക്ക് തിരിച്ചു കൊടുത്ത് അങ്ങനെ കമ്പനി അവിടെ ഇല്ല. കൊടുത്ത പൈസ പോയി
പരിപാടികളൊക്കെ പോയി. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൈറ്റിന് വർക്ക് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ആവശ്യമില്ല. ഇത് ജെന്യൂൻ സൈറ്റാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഒരു വർക്ക് നമ്മൾ ജെന്യൂൻ ആയിട്ട് പഠിച്ചിരിക്കണം. ജെന്യൂൻ സൈറ്റാകുമ്പോൾ അവർക്ക് ജെന്യൂൻ വർക്ക് തരികയല്ലേ. അപ്പൊ നമ്മൾ ആ വർക്ക് ചെയ്തു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ചെയ്യുന്ന ഇവിടെ കാണാൻ പറ്റും. Adobe Photoshop ഗ്രാഫിക് ഡിസൈൻ വർക്കുകൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് Adobe Photoshop. ഫോട്ടോഷോപ്പ് തുറക്കുന്നതിനായി ഡെസ്ക്ടോപ്പിൽ ഇതേ രീതിയിൽ ഫോട്ടോഷോപ്പ് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ അതല്ലെങ്കിൽ താഴെ കാണുന്ന സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസിൽ Adobe Photo, ഡിജിറ്റൽ ക്യാമറ എന്നിവയിൽ നിന്ന് ഇമ്പോർട്ട് എന്ന ഓപ്ഷന്റെ സഹായത്തോടെ ഒരു ഇമേജിനെ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരാം. ഒരു ഇമേജിനെ ഡോക്യുമെന്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള നമ്മൾ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ പറഞ്ഞ വിഷയം മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സോഫ്റ്റ്വെയറുകളും മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതിന്റെ 3 ഇരട്ടി കണ്ടന്റോടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് പഠിച്ചെടുക്കാം. ഇനി ഈ IT പണിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ഇനിയിപ്പോ ജിടെക് പോകണോ, ഇനിയിപ്പോ പൈസ മുടക്കി പോലെ നടക്കൂല. കാരണം ഒന്നാമത് നമ്മൾ പല എൻഗേജ്മെന്റുള്ള ആൾക്കാരാണ്. ആണോ? ജോലി എടുക്കുന്ന ആൾക്കാരൊന്നും മുടക്കി പഠിക്കാൻ പോകാൻ പറ്റുമോ? പഠിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അവരായിട്ട് പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. ഉണ്ടോ? എന്നാൽ നിങ്ങൾ ഇതിനൊന്നും സമയം ചെലവാക്കാത്ത നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ, നിങ്ങളുടെ ഒഴിവിന് ഫുള്ള് കണ്ടന്റോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വിഷയങ്ങൾ പഠിക്കാം. ഞാൻ പറഞ്ഞു ഫോട്ടോഷോപ്പിലെ ജോലി എടുക്കുകയും ചെയ്യാൻ ഫോട്ടോഷോപ്പ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 1 ലക്ഷം 1 ലക്ഷം കിട്ടുന്നത്. വിശ്വസിക്കുന്നത് ഫോട്ടോഷോപ്പ് എന്ന ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. എനിക്കും ഫോട്ടോഷോപ്പ് അറിയാട്ടോ, ആ പഠിക്കാൻ പഠനം പഠിച്ച കാര്യമോ ആ പഠനം ഒന്നും ആവില്ല. അപ്പൊ നമ്മൾ മനസ്സിലായി അങ്ങനെ പഠിപ്പിക്കും. ഫിഡാക്കി നിങ്ങൾ മെമ്പർ ആവുകയാണെങ്കിൽ ഈ വിഷയത്തിലും ഫോട്ടോഷോപ്പ് മാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലത്തെ എല്ലാ സോഫ്റ്റ്വെയറുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ മലയാളത്തിൽ പഠിച്ചെടുക്കാം. എല്ലാ സബ്ജക്റ്റും ഉണ്ടാവും. ഇതിനു വേണ്ടി വേറെ റിസ്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ നമുക്ക് എല്ലാ വിഷയങ്ങളും പഠിച്ചെടുക്കാം. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സെക്ഷൻ നമ്മൾ ഇതിന്റെ ബാലൻസ് ഒരു 5 മിനിറ്റ് കൂടെ ലഭിക്കണം കേട്ടോ. ഇപ്പൊ നിങ്ങൾ കേട്ട പരിപാടിയില്ല, അതിന്റെ ബാക്കി കൂടെ സംസാരിക്കുന്നതിന് കണക്ട് ചെയ്തിട്ടാണ് അടുത്ത് സംസാരിക്കാനുള്ളത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത് ഐടിയുടെ സാധ്യതകളാണ്. ഇനി അടുത്തത് ഇതിനേക്കാളും വലിയ വേറെ പ്രോജക്റ്റ് ഉണ്ട്. ആ വിഷയത്തിലേക്ക് അടക്കാം. അതിന്റെ മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ വിഷയത്തിൽ ഒരു ഉദാഹരണം മാത്രം പറയാം. നമ്മൾ കണ്ടില്ലേ മഞ്ചേരി അറിയാം. മഞ്ചേരി ടൗണിൽ അജയൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അജയൻ, അയാൾ മഞ്ചേരി ടൗണിന് അടുത്തുള്ള സ്ഥലത്താണ് പറഞ്ഞത്. അയാൾ എന്ത് ചെയ്തു, അയാളെ PHP എന്നുള്ള സോഫ്റ്റ്വെയർ കേട്ടോ. PHP പഠിച്ചാൽ കഴിയുണ്ടോ? PHP പഠിച്ചാൽ പഠിച്ചിട്ടുണ്ടല്ലേ? എന്തിനാ ഉപയോഗിക്കുന്നത്? വെബ് ഡെവലപ്മെന്റ് അല്ലേ? ഈ സോഫ്റ്റ്വെയർ പഠിച്ച് മഞ്ചേരി ടൗണിൽ മൊത്തം കറങ്ങി നിന്നു. എന്തിനാലോ? വർക്ക് കിട്ടും നോക്കാൻ. അവസാനം അയാൾ അന്വേഷണം മനസ്സിലാക്കാലോ, ആകെ 1-2 ആൾക്കാർക്ക് എവിടെ എന്തുള്ളൂ, വെബ്സൈറ്റിനുള്ളൂ. അവരോട് സംസാരിച്ച് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വെബ്സൈറ്റിന് ആവശ്യമില്ല, കച്ചവടം അല്ലെങ്കിൽ തന്നെ എന്ത്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ഇന്റർനെറ്റ് കയറി വർക്ക് എടുത്തു. അങ്ങനെ മഞ്ചേരി ടൗണിൽ നിന്ന് കച്ചേരിപ്പടി എന്ന സ്ഥലമുണ്ട്, കേട്ടിട്ടുണ്ടോ? കച്ചേരിപ്പടി. അവിടെ ഇയാൾ ചെറിയൊരു രണ്ട് കമ്പ്യൂട്ടർ വെച്ചിട്ട് ഒരു സ്ഥാപനം തുടങ്ങി, ഷീറ്റ് ടെക്നോളജി. ഇന്ന് നിങ്ങൾക്ക് ആ സ്ഥാപനം എവിടെ പോയാൽ കാണാലോ, നമ്മുടെ കാക്കഞ്ചേരി കിങ്സാ പാർക്കില്ലേ, അവിടെ പോയി കാണാം. 250 സ്റ്റാഫ് ഡേ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. ഈ അപ്വർക്ക് എന്നുള്ള സൈറ്റിൽ നിന്ന് വർക്ക് എടുത്ത് തുടങ്ങിയാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ എന്ത്, ഞങ്ങൾ ഇങ്ങനത്തെ എക്സ്ട്രാ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതിലൂടെ വളർത്തുള്ളൂ. ഇതൊക്കെ കേട്ടിട്ട് പരിപാടി അടിപൊളിയാട്ടോ. ഈ ഇന്റർനെറ്റ് ഇതിലൂടെ സംഭവമാണ് എന്ന് പറയുന്നത് ആരും ഒന്നും കിട്ടൂല. കിട്ടുമോ? അറിയാൻ കിട്ടുമോ? ഇല്ല. ഇതിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള ചങ്കൂട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നേടാം ഇതിലൂടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ഓർഡിനറി ഉള്ള കാര്യങ്ങളല്ല. ആണോ? യൂട്യൂബിലെ കാര്യം എക്സ്ട്രാ ഓർഡിനറി ആണോ? ഫേസ്ബുക്ക് എക്സ്ട്രാ ഓർഡിനറി ആണോ എന്ന് പറഞ്ഞത്? നമ്മൾ തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നേരമ്പോക്കിൽ ഉപയോഗിക്കുന്ന ഗെയിം കളിച്ച് കുട്ടികൾ ഗെയിം കളിച്ചിരുന്നില്ലേ? ആ ഒരു സാധനത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. 150 ടൈപ്പ് ഏർണിങ്സ് എന്തിനുണ്ട് ഇന്റർനെറ്റിൽ? സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏർണിങ്സ് ഉണ്ട് 150 ടൈപ്പ്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. എന്നിവയെ നമ്മുടെ ഈ സ്റ്റോക്ക് ഒരു 10 മിനിറ്റ് കൂടെ അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടെ എനിക്ക് തരണം. അതിന്റെ മുന്നേ കുറച്ച് ആൾക്കാർക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. പെട്ടെന്ന് ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡ് എടുത്താൽ മതി. അവിടെ നിങ്ങളൊരു അഭിപ്രായം പറയാം. നിങ്ങൾ കേട്ട പ്രോജക്റ്റിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോ കേട്ട പ്രോജക്റ്റ് ഇല്ലേ, അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഒരു 15 സെക്കൻഡ് എന്ന് പറയാം. ശരി, നിങ്ങളൊന്നും പ്രശ്നം കേട്ടോ, അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങളുടെ അഭിപ്രായം അടുത്ത വിഷയം പറയുന്നത് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. ഒന്നും പറയാം. നിങ്ങൾ കേട്ട പരിചയം ഇതിന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പറയാം.
കോൺഫിഡന്റ് ആയോ? ചെയ്തു നോക്കണം ആഗ്രഹമുണ്ടോ? നല്ല ക്ലാസ് നല്ല ക്ലാസ് ഇവിടെ ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നിങ്ങൾ അഭിപ്രായം പറയാത്തത് അല്ലേ? അങ്ങനെ എനിക്ക് തോന്നുന്നു അല്ലേ? എനിക്ക് അറിയാൻ യൂട്യൂബ് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, പൈസ ഉണ്ടാക്കാം, പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ കേൾക്കുള്ളൂ, ഞാൻ ഇതിന് ജോയിൻ ചെയ്തിട്ട് ഒരു ഏകദേശം 2-3 ആഴ്ചയായിട്ടുള്ളൂ. ഇതിന് കിട്ടുന്ന കാറ്റഗറികൾ പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ തന്നെ സ്വന്തമായിട്ട് വെബ് പോർട്ടൽ നടത്തുന്ന ആളാണ്. ബ്യൂട്ടീഷ്യൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ വെബ് പോർട്ടലാണ്. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഡെയിലി കിട്ടുന്ന ഇവരെ കാറ്റഗറി നോക്കിയിട്ടാണ്. അല്ലാതെ എനിക്ക് ചെയ്യാനായിട്ടല്ല. ഇവരെ കാറ്റഗറി ഞാൻ കണ്ടു, പഠിച്ചു, മനസ്സിലാക്കി, സ്വന്തമായിട്ട് ആ പോർട്ടൽ ഡെലിവറി ചെയ്തു, ആ പോർട്ടലിലെ കാര്യങ്ങൾ ചെയ്തു, അത് മനസ്സിലാക്കി എടുത്തു. അതൊരു പ്ലസ് പോയിന്റ് അല്ലേ? അതായത് അത് എനിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ആരും ചിന്തിക്കേണ്ട യൂട്യൂബിൽ ഇത്ര പൈസ കിട്ടും, യുഎസിൽ കിട്ടും, അത് കിട്ടും, അതല്ല. ആദ്യം നമ്മൾ ഇൻവോൾവായി അത് എന്താണ് കാര്യങ്ങൾ ശരി ഗാഠമായി മനസ്സിലാക്കി വേണം നമ്മളിതിലേക്ക് വരാൻ. അതും കൂടി ഇത് ഓർക്കണം. വെറുതെ വന്ന് കേട്ട് പോയതുകൊണ്ട് ഒരു കാര്യമില്ല. ഇതിലേക്ക് ജോയിൻ ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമേ അല്ല. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള എന്താണോ അത് നിങ്ങൾക്ക് പഠിക്കാം. അതാണ് ആദ്യത്തെ കാര്യം. ഒരു ടാലി പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിനെ പറ്റി പഠിക്കണമെങ്കിൽ, ഒരു വെബ് ഡിസൈനിനെ പറ്റി പഠിക്കണമെങ്കിൽ പുറത്തുനിന്ന് അന്വേഷിച്ച് ഇപ്പോൾ എത്ര ചാർജാവുന്നുള്ളൂ. ഇവിടെ ആ ക്യാറ്റിന് പഠിച്ച് ക്ലബിലേക്ക് മെമ്പറായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ MD ഫ്രീ ആയിട്ട് ഞാൻ 11 മണിക്ക് 10 മണിക്ക് വിളിച്ചാൽ പോർട്ടൽ അപ്പം റിപ്ലൈ തരും. ഒരു പേടിയില്ല. അതാണ് ക്യാറ്റിന്റെ പവർ തന്നെയാണ്. ആ ഉണ്ടാക്കിയ മേക്കേണ്ട ഒരു ഐഡിയ ആണ്. അല്ലാതെ ആ ക്യാറ്റിന്റെ വേറെ പുതിയതൊന്നും ചേർക്കുന്നില്ല. അതൊരു ഐഡിയ ആണ്. അതെങ്ങനെ ചെയ്യണം, അത് ഒരാളുടെ ബുദ്ധിമുട്ട് വന്നു അത് ചെയ്തൊരു ക്ലബ്ബ് രൂപീകരിക്കുന്നു. ആ ക്ലബ്ബിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വഴികൾ വളരെ വൃത്തിയായിട്ട് കൊണ്ടുവരുന്ന സംരംഭമാണ്. വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ വളരെ ഉപകാരപ്രദമാണ്. ലൈഫ് വിജയിപ്പിച്ചെടുക്കാം. ഒരു സംശയമാണ്. ഇത്രമാത്രം പറഞ്ഞു. നല്ല കാര്യം. മൂന്നാല് അത്രേ ഉള്ളൂ. അവിടെ നിന്ന് പറയാം. നമുക്ക് അടുത്ത ഭാഗം ഒരു 10 മിനിറ്റിന്റെ കാര്യങ്ങളുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് വൈകിട്ട് ചെയ്യാം. ഇതുവരെ എവിടെയും ബൈക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇരുപത്തി എനിക്ക് തോന്നുന്നു ഈ IT പഠിച്ച 95% ആൾക്കാർ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പ്രയാസം തോന്നുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഈ ഡൗട്ടുകൾ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ മനസ്സിൽ വെച്ചോളൂ. നമ്മൾ ഞാൻ ചോദിക്കാനുള്ള സമയം ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഞാൻ തരാം. ഡൗട്ടുകളുള്ള ആൾക്കാരില്ലേ, ഞാൻ ഈ വിഷയം നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധ വേണം. ഇവിടെ എന്തായാലും പറയുന്നത് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു 3000 കണക്ക് പറയാൻ വെച്ചിട്ടില്ലേ? ഉണ്ടോ? വെച്ചിട്ടില്ലേ?
ഞാൻ പറഞ്ഞത് നിങ്ങളെ പിടിയാൻ വേണ്ടിയുള്ള പരിപാടി അല്ല ഇത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ ഇത് എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം IT എന്നുള്ള കാര്യം, ഞങ്ങൾ IT കമ്പനിയാണ്. IT എന്നുള്ള വിഷയം ആളുകൾക്ക് അതിന്റെ പരിപൂർണ കപ്പാസിറ്റിയോടെ തിരിച്ചറിയാനുള്ള ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആളുകൾ ഞങ്ങളുടെ അടുത്തേക്ക് എത്തും. കാരണം IT സപ്പോർട്ട് വേണ്ട ആൾക്കാരുണ്ടാവും, ഞങ്ങൾക്ക് അവർക്ക് IT സപ്പോർട്ട് കൊടുക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് നടക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് ഞങ്ങൾ നടക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പറയുന്ന ഫസ്റ്റ് വിഷയം ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഞാൻ പറഞ്ഞു എന്താണ് ഇന്റർനെറ്റിലൂടെ പൈസ ഉണ്ടാക്കാം പറഞ്ഞില്ലേ. അതിന് നമുക്ക് ഒരുപാട് കാര്യം പറഞ്ഞു. യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ബ്ലോഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇ-കൊമേഴ്സ്, ഓൺലൈൻ ട്യൂഷൻ, അങ്ങനെ 150 ടൈപ്പ് കോൺസെപ്റ്റ് ഈ വിഷയത്തിലുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാനുള്ള സൗകര്യം ഞാൻ പറഞ്ഞു. പൈസ കിട്ടുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പൈസ കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് പൈസ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മുടെ ലക്ഷ്യം. ആണോ? അത് കിട്ടുന്നെങ്കിലേ നമ്മളിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇതുപോലെ ഇറങ്ങോ. അപ്പൊ ഈ വിഷയത്തിലേക്ക് നിങ്ങളെ പറയാൻ തന്നെ എനിക്ക് ശരിക്കും 3 മണിക്കൂറോളം മിനിമം സമയമാണ് പൈസ കിട്ടുന്നത് പറയാൻ. അതിങ്ങനെ ചുരുക്കി അടിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോ നിങ്ങളോട് എത്ര സമയം എടുത്തു? ക്ലാസ് എടുക്കുന്ന സമയം 1.5 മണിക്കൂറായോ? ഈ 1.5 മണിക്കൂർ ഞാൻ പറഞ്ഞത് നിങ്ങളോട് പൈസ കിട്ടുന്നതാണ്. ഈ വിഷയങ്ങൾ കിട്ടുന്നത് എങ്ങനെ? ഈ വിഷയം നിങ്ങൾക്ക് പഠിക്കാം. വളരെ സിമ്പിൾ ആണ് ആ വിഷയങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിലേക്ക് ട്രൈ ചെയ്ത് ഒരുപാട് ആൾക്കാർ നിങ്ങൾ ട്രൈ നോക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ വിഷയത്തിലേക്ക് കയറി പോകാൻ പറ്റില്ല? പൈസ കിട്ടാൻ തുടങ്ങിയോ ഇത്ര കാലം? ഇവിടെ പല ആൾക്കാരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. കൈ വെക്കില്ല. ഞാനും ട്രൈ ചെയ്തു, നിങ്ങളൊക്കെ ട്രൈ ചെയ്തു. എന്തുകൊണ്ടാണ് നമ്മൾ ട്രൈ ചെയ്ത് കിട്ടാത്തത്? കാരണം ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുമ്പോൾ 2 അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകണോ, തെറ്റിപ്പോയാലോ, ഇന്ന് ഇതിനടിച്ചു നോക്കിയാലോ, അത് തെറ്റിയാലോ, തൽക്കാലം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ആരോടെങ്കിലും ചോദിച്ചിട്ട് ചെയ്യാം. നമ്മൾ ഇവിടെ പിന്നെ കാര്യം കേട്ടാണ്. പിന്നെ നമ്മളൊരാൾ ചോദിക്കാണ് യൂട്യൂബിൽ വെച്ചിട്ടോ എവിടെ കിട്ടുന്നതാണ്, ഞാൻ കുറെ ട്രൈ ചെയ്താ അതൊക്കെ തട്ടിപ്പാണ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറും. കാരണം എന്താ, നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഡൗട്ടുകൾ വരുമ്പോൾ പറഞ്ഞു തരാൻ ആൾക്കാരില്ല. അതുകൊണ്ടല്ലേ നമുക്ക് മെയിൻ പ്രോബ്ലം ആണോ. ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞു തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച അവസ്ഥയാണ്. കോപ്പി അടിക്കാൻ വേണ്ടി ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലും ഉണ്ടോ അവിടെ? ഇല്ല. ഭ്രാന്തനാണ് വിളിച്ചിരുന്ന ആ സമയത്ത്. കാരണം ഇയാൾക്ക് കാര്യം കണ്ടുപിടിക്കാൻ ഇയാൾ എന്തെങ്കിലും റിസ്ക് എടുക്കുന്നതാണ്. ഈ സമയം വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചിരുന്ന ആൾക്കാർ ആണോ 10,000 വട്ടം തോറ്റുന്നൊക്കെ പറയുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാം. ഇത് അറിയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഓരോരുത്തരെയും ഫ്രണ്ട്സ് വരെ ഇന്നും പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം എന്തായാലും ഒരു ഇഷ്ടമില്ലാത്തല്ല പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവര് പെട്ടു. കാരണം നിങ്ങളോട് പറയാൻ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ വിടുക. അയാളെ വിടുവോ? ചോദിക്കും. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് എനിക്കല്ല കിട്ടാത്തത്. ഞാൻ അങ്ങനെ അവിടെ അടിച്ചിട്ടുണ്ട്. പിന്നെ പിന്നാലെ അവസാനം അയാളെ പറഞ്ഞു പെട്ടു. കാരണം അയാളെ പറയാൻ കഷ്ടപ്പെട്ട വിഷയം കിട്ടിയിട്ടുണ്ടാവുക. അത് മുഴുവനായിട്ട് പറയാൻ കഴിയും അയാൾക്ക് ഇല്ല. അപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങൾക്കുള്ള കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് പറയാം ഈ വിഷയത്തിലുള്ള കംപ്ലീറ്റ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഈ വിഷയം നിങ്ങളെ പഠിപ്പിക്കുന്ന വിഷയമാണ്. ഇത് വീട്ടിൽ നിന്നും പണം സമ്പാദിക്കാം, ഓൺലൈൻ ഏണിങ്സ്. ഇത് ഫസ്റ്റ് വോളിയാണ്. 6 മണിക്കൂർ സോഫ്റ്റ്വെയർ ആണ്. 6 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഈ സെമിനാറിന് മൊത്തം പറഞ്ഞു തരാം. ഇത് ഇന്നത്തെ നിങ്ങൾ 6 മണിക്കൂർ നിങ്ങൾ വരി പോയിട്ട് നിങ്ങൾ ചെയ്യാന്ന് പറയാം. ഒന്നും നടക്കില്ല. കാരണം എന്താ കേട്ട് പോയി അത് അവിടെ പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ ഡൗട്ടുകൾ ഉണ്ടാവും അല്ലെ? ചെയ്യുമ്പോഴല്ലേ ഡൗട്ടുള്ളൂ, കേൾക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാവില്ലേ? ശരിയല്ലേ? നിങ്ങൾ നല്ലതായിട്ടു ഇല്ലേ? എനിക്ക് സുഖമായി. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടാവാൻ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ സപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. ഇത് ഫസ്റ്റ് വോളിയാണ് 6 മണിക്കൂർ. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ സെക്കൻഡ് വോളി ഉണ്ട്. അങ്ങനെ 12 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ക്ലാസ് ആണ് ഈ വിഷയത്തിൽ. നിങ്ങളെ കമ്പ്യൂട്ടറിൽ മലയാളത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു സ്ക്രീനിൽ ഫുള്ള് ചെയ്ത് കാണിച്ചു. ഡൗട്ട് ഉണ്ടാവില്ല. പിന്നെ കോൺഫിഡൻസ് ഇങ്ങനൊക്കെ ഡൗട്ട് ഉണ്ട്, ടെൻഷൻ അടിക്കേണ്ട, കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അവിടെ ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയാലോ? ഈ വിഷയം പഠിക്കണമെങ്കിൽ നമ്മൾ 1 ലക്ഷം 2 ലക്ഷം കൊടുത്ത് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വലിയ വലിയ റിസോർട്ടിലൊക്കെ ചിക്കൻ ബിരിയാണി കഴിച്ച് സാറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞു 5000 രൂപ റിസോർട്ടിൽ ചിക്കൻ ബിരിയാണി കഴിച്ചില്ലേ, ഫിഷ് ബിരിയാണി ഞണ്ട് ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ വിഷയം ചെയ്യാൻ കഴിയില്ല. കാരണം ചില പരിപാടി കേട്ടി അറിയില്ല. അപ്പോൾ സമ്മേളനം കഴിയുമ്പോൾ ഒരു അടിപൊളി സമ്മേളനം എന്ന് പറയില്ല. പ്രാക്ടിക്കലായിട്ട് വർക്കൗട്ടാണ്ടേ? ഈ വിഷയങ്ങൾ നിങ്ങളെ സപ്പോർട്ടോട് നിങ്ങൾക്ക് ഉണ്ടാവും, കൂടെ ഉണ്ടാവും. നിങ്ങളെ ടീച്ചറെ പോലെ മനസ്സിലാവുന്നുണ്ടോ? ഇത് 1 ലക്ഷം കൊടുത്താലും ഈ സാധനത്തിന് നഷ്ടമില്ല. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾ തരികയാണ് ഈ മെമ്പർ ആവുന്ന വഴി ഈ സാധനം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ഇത് ഞങ്ങളുടെ പ്രൈസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. എത്രയാണ്? ചെറിയൊരു എമൗണ്ട് ഈ സാധനം കിട്ടുന്നുള്ളൂ. 1000 rupees.
ഈ സാധനം 1000 rupees നിങ്ങൾ പ്രൈസ് ഉള്ളൂ. മെമ്പർ ആവുന്ന ആൾക്കാർക്ക് ഈ സാധനം കളക്ട് ചെയ്യാം. 1000 rupees ഇതിന് പ്രൈസ് ഉള്ളൂ. 3000 രൂപയിൽ ബാലൻസ് വരുത്താൻ പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഫോട്ടോഷോപ്പ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ എത്ര രൂപ എടുക്കണം? ഫോട്ടോയിൽ പഠിച്ചാലുണ്ടോ? എത്ര കൊടുക്കണം? 2500 പഠിക്കണ്ടേ? 2500 3000 പഠിക്കേണ്ട സോഫ്റ്റ്വെയർ ഫോട്ടോഷോപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിക്കാം. 250 രൂപ കൊടുക്കണ്ടോ? നഷ്ടമുണ്ടോ? ടാലി പറഞ്ഞില്ലേ? ടാലി നിങ്ങൾ 3000 കൊടുക്കണ്ടേ? 3000 ആ ടാലി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിക്കാം. ഫുള്ള് കണ്ടന്റോടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതിന്റെ 3 ഇരട്ടി കണ്ടന്റോടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞങ്ങൾ കോൺഫിഡൻസ് ആയി പറയാം. അത്രയും കോൺഫിഡൻസ് പറയാൻ പറ്റും. കാരണം ക്ലാസ് അത്രയും പവറാണ്. ഈ വിഷയം ടാലി നിങ്ങൾക്ക് 200 രൂപ പഠിക്കാം. 3000 രൂപ പഠിക്കുന്ന ടാലി നഷ്ടമുണ്ടോ? നിങ്ങൾ ആകെ കൊടുക്കുന്ന എത്ര? ഒരു 3000 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബണ്ടിൽ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യേണ്ടതിൽ ഞങ്ങൾ കാണിച്ച ഒരു പാക്കേജ് ഉള്ളൂ. അത് നിങ്ങൾക്ക് നോട്ടീസ് തരും. അതിലുള്ള ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കാരണം നിങ്ങൾ ഇപ്പൊ എക്സൽ പഠിക്കാം, ഇതിന്റെ കൂടെ പഠിക്കാം, ഇതിന് അങ്ങനെ ബാക്കി വരുന്ന പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിലുള്ള ഞങ്ങളിട്ട പ്രൈസിലുള്ള സോഫ്റ്റ്വെയർ കളക്ട് ചെയ്യാം. അങ്ങനെ 7-8 സോഫ്റ്റ്വെയറുകൾ മലയാളത്തിൽ ഫുള്ള് കണ്ടന്റോടെ നിങ്ങൾക്ക് പഠിക്കാം. അതിന്റെ കൂടെ ഞാൻ ആദ്യം പറഞ്ഞ പരിപാടി എന്താണ്? ഈ ഇന്റർനെറ്റിലൂടെ ഉള്ള വർക്കിന് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഈ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ ഉണ്ടെങ്കിൽ വേണ്ടതാണ് എന്ത് വേണ്ടി വരും? ഫോട്ടോഷോപ്പ് വേണം വേണ്ടേ? വീഡിയോ വേണ്ടേ? ഫസ്റ്റ് നിങ്ങൾ ഇടുന്ന സ്ലൈഡ് ഷോ അല്ലെ, സോറി ഫോട്ടോ ആണ് ഒരാൾ വീഡിയോ ക്ലിക്ക് ചെയ്യുക. അതിന് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ വേണം വേണ്ടേ? രണ്ടാമത്തെ നിങ്ങൾക്ക് പ്രീമിയർ വേണ്ടി ഒരു പ്രൊഫഷണലൈസ് ചെയ്യണമെങ്കിൽ, ഓഡിഷൻ വേണ്ടി നിങ്ങൾക്ക് പ്രൊഫഷണലൈസ് ചെയ്യണമെങ്കിൽ വേണ്ടേ? അപ്പൊ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം. അത് പാക്കേജ് ആണ്. ആ പാക്കേജ് താല്പര്യമുള്ളവരെ നിങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രോജക്റ്റ്. നിങ്ങൾ 3000 rupees കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏകദേശം 30,000 രൂപയുടെ സോഫ്റ്റ്വെയറുകൾ മലയാളത്തിൽ ഫുള്ള് കണ്ടന്റോടെ നിങ്ങളുടെ വീട്ടിൽ പഠിക്കാം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ അനിയന് കൊടുക്കാം, നിങ്ങളെ റിലേറ്റീവ്സിന് കൊടുക്കാം, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ നമുക്ക് കൊടുക്കാം, ആർക്കും കൊടുക്കാം. നിങ്ങളെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടും ചെയ്യാതെ 3000 രൂപയ്ക്ക് പഠിക്കേണ്ടത് 200 രൂപ നമ്മളോട് ഞാൻ നിങ്ങൾക്ക് തരാൻ പറഞ്ഞാൽ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പൊ ഇത് ചെയ്യാം. ഈ വിഷയം നമ്മൾ ഇവിടെ പറഞ്ഞ അവസാനിപ്പിച്ചു. അടുത്ത വിഷയം എന്താണെന്നറിയാം? ഇതൊരു സ്റ്റേറ്റാണ് ഞാൻ പറഞ്ഞു. അടുത്ത ഒരു സ്റ്റേജ് ക്വിറ്റ് ആക്ടിന്റെ അപ്ലിക്കേഷൻ എന്ന ഭാഗമാണ്. മെസ്സേജ് കിട്ടിയ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 400 രൂപ മുതൽ 8000 രൂപ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാം ഡെയിലി എന്ന് വായിച്ചെടുക്കാൻ കഴിയും. മെസ്സേജ് ഇത്ര ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ കാരണം പൈസ ആയതുകൊണ്ടല്ലേ? കാരണം നമുക്ക് എല്ലാവർക്കും ആവശ്യം എന്താണ്? പൈസ തന്നെയാണ് അല്ലെ? 95% പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ തീർക്കാൻ പറ്റുന്നതാണ് പൈസ കൊണ്ട്. 5% നമ്മുടെ അടുത്തല്ല, വേറെ ആൾക്കാരുടെ അടുത്താണ്. ആണോ? ഈ 95% പൈസ കൊണ്ട് തീർന്നാൽ പൈസന്റെ പിന്നാലെ നമ്മൾ ഓടിയത് പൈസ നമുക്ക് കിട്ടും. മുഴുവനായിട്ട് കിട്ടില്ല. പൈസ അതിനുമാറ്റി സ്കൂളിൽ ഓടുകയാണ്. വീടെടുക്കുന്നത് നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് പറ്റുന്ന ഒരു പരിപാടി എന്താണ് ചെയ്യാൻ? പൈസ ഓടുന്നതിന്റെ സൈഡിലൂടെ കയറിയിട്ട് നമ്മൾ ചെയ്യാൻ ഓവർടേക്ക് ചെയ്ത് മുന്നിലൂടെ. അപ്പൊ നമ്മൾ നമ്മൾ പോകുന്ന പൈസ വരും. നമ്മൾ പോകുന്ന പൈസ വരും. അങ്ങനെ പരിപാടി ഉണ്ട്. അത് അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ ചോദിച്ചാൽ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ആ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പൈസ നിങ്ങൾ ആവശ്യം ചെയ്യാൻ നിങ്ങൾക്ക് പൈസ വേണം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാം. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ പൈസ തരാൻ ആരാ പറഞ്ഞത്? കിട്ടാക്കാണോ പൈസ തരാൻ പറഞ്ഞത്? ആരാമേ? ആമസോണും ഗൂഗിളൊക്കെ തരാനാ പറഞ്ഞത് അല്ലെ? എന്നാൽ ഇനി തരാൻ പോകുന്നത് ഫിറ്റാക്കാണ്. ഡെയിലി 400 മുതൽ 8000 വരെ നിങ്ങൾക്ക് വയ്ക്കാം. ഫിറ്റാക്ക് നിങ്ങൾ അഫിലിയേഷൻ ചെയ്താൽ മതി. ഒരു 15 മിനിറ്റ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ പൈസയിലേക്ക് എത്താം. ഡെയിലി ഒരു 15 മിനിറ്റ് 5 മണിക്കൂർ യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ. അതിലൊരു 15 മിനിറ്റ് നിങ്ങൾ ഫിറ്റാക്ക് തരികയാണെങ്കിൽ, ഫിറ്റാക്കിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പൈസ വയ്ക്കാം. ഞങ്ങൾക്ക് നല്ല പൈസ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ ഞങ്ങൾ പറയാം. അപ്പൊ ഈ വിഷയം നമുക്ക് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യണം. താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾ പ്രോജക്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഡൗട്ട് ക്ലിയർ അവസരമാണ്. അത് കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ വിഷയം ചെയ്യണം താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലേ? ഫോം കിട്ടിയില്ലേ? അതിന്റെ ഏറ്റവും വേറെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ചെയ്താൽ, നോട്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റ് ചെയ്താൽ. ഓക്കെ, ഇനി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഈ 400 8000 എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചാൽ ഒരു 5 മിനിറ്റ് മതി. കൂടുതൽ സമയം വേണ്ട കേട്ടോ. കൂടുതൽ സമയം എടുക്കില്ല.